അഖ്നൽ അൻഫ്, ഉയർന്നു നിൽക്കുന്ന മനോഹരമായ മൂക്കുള്ളവർ. മൂക്കിന്റെ അവസാന ഭാഗം, തെല്ല് ഭാഗം എന്ന് ഉയർന്ന് ഒരു മുന പോലെ വളരെ മനോഹരമായ സൗന്ദര്യത്തിന്റെ അടയാളമായി പറയുന്നതാണത്. അഖ്നൽ അൻഫ്. യംലഉൽ അർദ ഖിസ്തൻ വഅദ്ലൻ കമാ മുലിഅത് ദുൽമൻ വജൗറാ. ഈ ഭൂമിയെ നീതി കൊണ്ട് നിറക്കുന്നതാണ്. യംലഉൽ അർദ ഖിസ്തൻ വഅദ്ല, നീതി കൊണ്ട് ഈ ഭൂമിയെ അവർ നിറക്കും. കമാ മുലിഅത് ദുൽമൻ വജൗറാ, അക്രമം കൊണ്ടും അനീതി കൊണ്ടും ഭൂമി നിറഞ്ഞു കഴിയുമ്പോൾ ആ ഭൂമിയെ നീതി കൊണ്ട് നിറക്കാൻ വരുന്ന എന്റെ അഹ്ലു ബൈത്താണ്, സയ്യിദ് കുടുംബത്തിൽ വരുന്ന ആളാണ് ഇമാം മഹ്ദി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംലികു 7 സിനീൻ, 7 വർഷമായിരിക്കും അവർ അധികാരം നടത്തുക. ഇവിടെ ഹബീബായ നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കണ്ണിൽ കാണുന്ന പോലെ അല്ലാഹുവിന്റെ ഹബീബ് വിവരണങ്ങൾ തന്ന ഏതാനും ചില ആളുകളുണ്ട്. മസീഹ് ദജ്ജാൽ എങ്ങനെയാണ്, ഈസാ നബി അലൈഹിസ്സലാമിന് എങ്ങനെയാണ്, ഇമാം മഹ്ദി തങ്ങൾ എങ്ങനെയാണ്. നബി തങ്ങൾ നമ്മൾ നോക്കിക്കാണുന്ന പോലെ കൃത്യമായി നമുക്ക് വിവരണം തന്നിട്ടുണ്ട്. ആര് ഇങ്ങനെ ഒരു വാദം ഉന്നയിച്ചു വന്നാലും, ഞാൻ മഹ്ദിയാണെന്ന് പറഞ്ഞാലും തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പം വിവരമുള്ള ആളുകൾക്ക്. ഈ ഉമ്മത്തിന്റെ അവസാനത്തിലാണ് ഇമാം മഹ്ദി വരുന്നത്. ഈ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ അല്ലാഹു തആല ധാരാളം മഴ നൽകും അവർക്ക്. ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ ധാരാളമായി മുളച്ചു പൊന്തും. സ്വഹാബിമാർ ചോദിച്ചു, വമാ സ്വഹാഹൻ യാ റസൂലല്ലാഹ്, മഹാനവറുകൾ സമ്പത്ത് വീതിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ നീതിയോടുകൂടെ സമ്പത്ത് വിതരണം ചെയ്യുകയും കന്നുകാലികൾ വർദ്ധിക്കുകയും ഈ ഉമ്മത്തിന് അഭിവൃദ്ധി ഉണ്ടാവുകയും 7 or 8 വർഷം ഭൂമിയിൽ ജീവിക്കുകയും ചെയ്യുന്ന എന്റെ ബന്ധുവാണ് ഇമാം മഹ്ദി എന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൻ തഹ്ലിക ഉമ്മത്തുൻ അന ഫീ അവ്വലിഹാ വഈസ ഇബ്നു മറിയം ഫീ ആഖിരിഹാ വൽ മഹ്ദി ഫീ വസതിഹാ. ഈ ഉമ്മത്തിന് എങ്ങനെയാണ് നാശമുണ്ടാവുക? ഈ ഉമ്മത്തിന് എവിടെയാണ് പരാജയം ഉണ്ടാവുക? അന ഫീ അവ്വലിഹാ, ഞാൻ ഈ ഉമ്മത്തിന്റെ ആദ്യത്തിലുണ്ടല്ലോ. വഈസ ഇബ്നു മറിയം ഫീ ആഖിരിഹാ, ഈ സമുദായത്തിന്റെ അവസാന കാലം ഏറ്റെടുക്കുന്നത് ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം ആണെങ്കിൽ എവിടെയാണ് ഈ ഉമ്മത്തിന് പരാജയം ഉണ്ടാവുക? മഹ്ദി വരുന്നുണ്ട്. അതിനിടയിൽ എന്റെയും ഈസാ നബിയുടെയും ഇടയിൽ ഇമാം മഹ്ദി വരികയും ഞാനും മഹ്ദിയും ഈസാ നബിയും ഉള്ള ഒരു സമൂഹത്തിന് എവിടെന്നാണ് പരാജയം ഉണ്ടാവുക? അവർ പരാജയപ്പെടുകയില്ലെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ഹദീസുകൾ ആദ്യം പറയട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്ന ഹദീസ് ഉമ്മു സലമ ബീവിയാണ് പറയുന്നത്. ഇമാം ഹാക്കിം എന്നവരെ അബൂ ദാവൂദ് എന്നിവർക്ക് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് അലാ സ്വഹീഹി ഷർത്തൈൻ. അൽ മഹ്ദി മിൻ ഇസ്റതി മിൻ വൽദി ഫാത്തിമ, ഫാത്തിമ ബീവിയുടെ പരമ്പരയിലൂടെ വരുന്ന ആളാണ് ഇമാം മഹ്ദി എന്ന് പറയുന്ന നേതാവ്. മുസ്ലിം ഉമ്മത്തിന്റെ രാഷ്ട്രീയവും ആത്മീയവുമായി നേതൃത്വം ഏറ്റെടുക്കാൻ വരുന്ന ഒരാൾ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം തുർമുദിയിൽ കാണാം, അബൂ ദാവൂദിൽ കാണാം. ലൗ ലം യബ്ഖ മിനദ് ദുനിയ ഇല്ലാ യൗം, ലോകാവസാനത്തിന്റെ മുമ്പ് ഒരേ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് വിചാരിക്കുക. ഒരേ ഒരു ദിവസമുള്ളൂ എങ്കിൽ തന്നെ ആ ദിവസം അല്ലാഹു ദീർഘിപ്പിച്ചു കൊണ്ടുപോവുകയും ലോക അവസാനത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കേ എന്ന് വിചാരിക്കുക. ആ ദിവസത്തെ അല്ലാഹു നീട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് എന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാളെ അല്ലാഹു ഇവിടെ നിയോഗിക്കും. അവരുടെ പേര് എന്റെ പേരാണ്, മുഹമ്മദാണ് അല്ലെങ്കിൽ അഹ്മദാണ്. അവരുടെ ഉപ്പായുടെ പേര് എന്റെ പിതാവിന്റെ ഉപ്പയുടെ പേരാണ്, അബ്ദുല്ലാഹി എന്നാണ്. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി അല്ലെങ്കിൽ അഹ്മദ് ബിൻ അബ്ദുല്ലാഹി എന്ന് പേരുള്ള സയ്യിദ് കുടുംബത്തിലെ ഒരാളാണ് ഈ ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ. ഈസാ നബിയുടെ വരവിന് മുമ്പ് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ വലിയത് സംഭവിക്കുന്നതിന്റെ മുമ്പ് അതിന്റെ ഇടയിൽ വരുന്ന ഇമാം മഹ്ദി എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധങ്ങൾ തന്നെ പറഞ്ഞൊരു ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്നത്. വിവിധങ്ങളായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് കാണാം. മലക്കൽ അർദ അർബഅ, മുഅ്മിനാനി വകാഫിറാൻ. ഈ ലോകം ഭരിച്ചത് 4 പേരാണ്. ലോകം ഒന്നാകെ ഭരിച്ചതിൽ 2 വിശ്വാസികളുണ്ട്, 2 അവിശ്വാസികളുണ്ട്. ദുൽഖർനൈനി വ സുലൈമാൻ അലൈഹിസ്സലാം.
ദുൽഖർനൈൻ, അതുപോലെ സുലൈമാൻ അലൈഹിസ്സലാം, ഇവരാണ് സത്യവിശ്വാസികളായ രണ്ട് ലോകം ഭരിച്ച ഭരണാധികാരികൾ. വൽ കാഫിറാൻ, അവിശ്വാസികളായ രണ്ടുപേർ, അന്നമ്രൂദ് വബുഖ്തുനസർ, നമ്രൂദും നെബുക്കദ്നേസറുമാണ്. വസയംലികുഹാ ഖാമിസും മിൻ അഹ്ലി ബൈതി, എന്റെ അഹ്ലു ബൈത്തിൽ നിന്ന് അഞ്ചാമതൊരാൾ ഈ പ്രപഞ്ചത്തിന്റെ ഭരണം കൈയാളുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇബ്നുൽ ജൗസി തന്റെ താരീഖിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ആരാണ് ഈ മഹാനെന്ന് നമ്മൾ ചർച്ചയിലേക്ക് കടക്കുന്നത്. ഒന്ന്, അള്ളാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ മാണിക്കോത്തുണ്ട് നബി തങ്ങളുടെ അഹ്ലു ബൈത്ത്. സയ്യിദന്മാർ, പാണക്കാട് സയ്യിദന്മാർ, മഹാന്മാരായ കുമ്പോൽ സയ്യിദന്മാർ, വിവിധങ്ങളായ കബീലകളിൽ നമ്മുടെ രാജ്യത്തുള്ള സയ്യിദന്മാർ, മുസ്ലിം രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിൽ, അല്ലാത്തിടത്ത് സൗത്ത് ഈസ്റ്റിൽ, ഈസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ നിബിതങ്ങളുടെ സയ്യിദന്മാർ, സയ്യിദ് കുടുംബം അവശേഷിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയ വസ്തുതയാണ്. എന്നാലും ഒന്ന് സൂചിപ്പിക്കട്ടെ, നിബിതങ്ങളുടെ മക്കൾ എന്ന് പറയുന്നത് ഫാത്തിമ ബീവിയിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോൾ ഫാത്തിമ ബീവിയിലൂടെ അവർക്ക് ജനിച്ച രണ്ട് മക്കളുണ്ട്, ഹസൻ അൽ ഹുസൈൻ, ഹസൻ എന്നവരും ഹുസൈൻ എന്നവരും. അവരിലൂടെ ലോകത്ത് വരാൻ പോകുന്ന ഹബീബിന്റെ ചോരയുടെ ആ ഒരു അംശമുള്ള നബിയുടെ കുടുംബം അഹ്ലു ബൈത്ത്, അവരാണ് നമ്മൾ അഹ്ലു ബൈത്ത് എന്ന് പറയാം. നബിയുടെ മോള് നബി തങ്ങളുടെ ആൺമക്കളെ പോലെ തന്നെ കണക്കാക്കണമെന്ന് ഹബീബിന്റെ ഹദീസിലുണ്ട്. നമ്മൾ മനസ്സിലാക്കരുത് ഹബീബിന്റെ മോൾക്ക് ജനിക്കുന്ന മക്കൾ എങ്ങനെയാ നബിയുടെ പേരക്കുട്ടികളാവുക എന്ന്. അത് നബി തങ്ങളുടെ മോള് ഫാത്തിമ ബീവിയുടെ ഭർത്താവ് അലി തങ്ങളുടെ കബീലയിലേക്കല്ലേ പോവുക? അല്ല. കുല്ലു നസബിൻ വസുഹിരിൻ, എല്ലാ കുടുംബ ബന്ധങ്ങളും അവസാനിക്കും. ഇല്ലാ നസബി വഹസബി, എന്റെ കുടുംബ ബന്ധമല്ലാതെ എല്ലാം നാളെ നശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസൻ എന്ന നബി തങ്ങളുടെ പിഞ്ചുമോനെ തലയിൽ കൈവച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഹസനെ, എല്ലാ കുടുംബ ബന്ധങ്ങളും നാളെ പരലോകത്ത് ഉപകാരം ചെയ്യാതെ വരുമ്പോൾ എന്റെ മോൻ ഈ ഹസനിന്റെ കുടുംബം നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് റസൂലുള്ളാഹ്, അത് എന്റെ കുടുംബമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഒരു പെൺകുട്ടിയെ, നമ്മുടെ ഒരു മോളെ കാണുന്ന പോലെ നബി തങ്ങളുടെ മോളെ കണ്ടുകൂടാ. ഹബീബിന്റെ ആൺമക്കളും പെൺമക്കളും ഒരുപോലെയാണ്. ഫാത്തിമ ബീവിയിലൂടെ ജനിക്കുന്ന മക്കൾ, നബിക്കൊരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ആ കുഞ്ഞിലൂടെ ജനിക്കുന്ന മക്കളെ നബിയുടെ പരമ്പരയിലേക്ക് ചേർത്തുന്ന പോലെ മുത്ത് നബിയുടെ മോളെ നമ്മുടെ മക്കളെ പറ്റി കാണുന്ന പോലെ കാണാൻ പാടില്ല. ഹബീബിന്റെ കുടുംബം നിലനിൽക്കുന്നത് എന്റെ മോൾ ഫാത്തിമയിലൂടെയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളിനോട് മുമ്പ്, ഇമാം മഹ്ദിയുടെ വരവ് നടക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ നടക്കാൻ പോകുന്ന ചില അത്ഭുതങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് കസറത്തുൽ ഖത്ൽ, കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നത്. കൊലപാതകങ്ങൾ വർദ്ധിക്കും. ഇന്ന ബൈന യദൈ സാഅ ലഅയ്യാമൻ യൻസിലു ഫീഹൽ ജഹ്ലു വയുർഫഉ ഫീഹൽ ഇൽമു വയക്തുറു ഫീഹൽ ഹറജു വൽ മറജ്. മുത്തഫഖ് അലൈഹി ആയ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസ്. ഇന്ന ബൈന യദൈ സാഅ, അന്ത്യനാളിന്റെ മുമ്പുണ്ട്, ലഅയ്യാമൻ, ചില ദിവസങ്ങൾ കടന്നു വരാനുണ്ട്. യൻസിലു ഫീഹൽ ജഹ്ലു, ജനങ്ങൾക്ക് വിവരക്കേട് വരും, ദീൻ പഠിക്കാനുള്ള സമയം അവസരങ്ങളില്ലാതെ വരും, മതപരമായ ഇൽമു ജനങ്ങൾക്കില്ലാതെ വരും. ഭൗതികമായ ജ്ഞാനമില്ലെന്നല്ല, യൂണിവേഴ്സിറ്റികൾ ഒരുപാട്, കോളേജുകൾ ഒരുപാട്, ഒരുപാട് കോഴ്സുകൾ, ഒരുപാട് ഡിഗ്രികൾ, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ മാത്രമുള്ള സംവിധാനം ലോകത്തില്ലാതെ വരും. യുർഫഉ ഫീഹൽ ഇൽമു, സച്ചരിതരായ നല്ല നല്ല പണ്ഡിതന്മാർ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ നാടുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണത്. സാത്വികരായ സജ്ജനങ്ങളായ, അള്ളാഹുവിന് വേണ്ടി ജീവിച്ച സജ്ജനങ്ങളായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് അടക്കം മഹാനായ കുമരമ്പത്തൂർ മുഹമ്മദ് മുസ്ലിയാർ അടുത്ത സമയത്തല്ലേ ലോകത്തോട് വിട പറഞ്ഞത്? കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പല്ലേ മഹാനായ ബാപ്പു മുസ്ലിയാർ, അതിന്റെ തൊട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ലേ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് തുടങ്ങി പ്രഗത്ഭരായ ദീനിന്റെ കാമ്പറിഞ്ഞ ഐഹികമായ ലക്ഷ്യങ്ങളില്ലാതെ, ദീനുകൊണ്ട് സമ്പത്ത് സമ്പാദിക്കാതെ അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം കാക്ഷിച്ച് ജീവിക്കുന്ന സച്ചരിതരായ പണ്ഡിതന്മാർ ലോകത്ത് നിന്ന് ഒന്നൊന്നായി വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നത്. യുർഫഉൽ ഇൽമു വയസ്ബുതൽ ജഹ്ലു, വിവരക്കേടുണ്ടാവുകയും വിവരമില്ലാത്ത ആളുകൾ ബാക്കിയാവുകയും, ഇൽമ് അള്ളാഹുവിലേക്ക് അറിയിക്കുന്ന സജ്ജനങ്ങളായ പണ്ഡിതന്മാർ ലോകത്ത് നിന്ന് മരിച്ചു പോവുകയും ചെയ്യുന്നത് അന്ത്യനാളിന് മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആ ഹദീസിന്റെ ബാക്കിയാണ് യഖ്തുറു ഫീഹൽ ഹറജു വൽ മറജ്, ജനങ്ങൾക്കിടയിൽ കൊലപാതകം വർദ്ധിക്കും. കൊല്ലുന്നത് ഒരു വിഷയമല്ലാത്ത പോലെ മനുഷ്യനെ കൊല്ലുന്ന കാലം, മനുഷ്യനെ വധിക്കുന്ന കാലം, ചോരയ്ക്ക് വിലയില്ലാതെ മനുഷ്യന്റെ ജീവന് വിലയില്ലാത്ത കാലം അന്ത്യനാളിന് മുമ്പ് വരും. ലോകത്ത് എല്ലായിടത്തും നിങ്ങൾക്കത് കാണാൻ കഴിയുമെന്ന് നുബുവത്തിന്റെ വെളിച്ചത്തിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇമാം മഹദിയുടെ വരവിനെ വിളിച്ചോതുന്ന അടയാളങ്ങളാണ്. ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിന്റെ വരവിന് ശേഷം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ചർച്ചയ്ക്ക് മുമ്പ് നമ്മൾ എടുക്കുന്നത്. ഇമാം മഹദി തങ്ങൾ വന്നതിന്റെ ശേഷം അവരിടപെടുന്ന ചില ലോക മഹായുദ്ധങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. ആ
ആരെയും പേടിപ്പിക്കുവാനോ വിഷമിപ്പിക്കുവാനോ സങ്കടപ്പെടുത്തുവാനോ അല്ല. പിന്നെന്തിനാണ് അള്ളാഹുവിന്റെ റസൂൽ സത്യസന്ധമായ നാവുകൊണ്ട് പറഞ്ഞ ഹദീസുകൾ ലോകത്ത് പുലരുമ്പോൾ എന്തെങ്കിലും നമ്മുടെ പിൽക്കാലത്ത് വരുന്ന ആളുകൾക്കെങ്കിലും ഒന്ന് തോന്നും, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ സത്യമാണല്ലോ ഞാൻ ഈ കാണുന്നത് എന്ന് അവർക്കെങ്കിലും ബോധ്യപ്പെടണം. നമ്മുടെ കാലഘട്ടത്തിലല്ല സംഭവിക്കുന്നതെങ്കിൽ. ഇമാം മഹദി തങ്ങൾ വരുന്നതിന്റെ മുമ്പ് കാണാൻ കഴിയും ഇസ്തിഹ്ലാലുൽ അഗാനി വൽ മആജിദ്, മ്യൂസിക് ഉപകരണങ്ങളും അതുപോലെ അശ്ലീലമായ പാട്ടുകളും അനുവദിക്കപ്പെട്ടതാണെന്നും അതിൽ യാതൊരു തകരാറില്ലെന്നും യഥേഷ്ടം ആളുകൾ പാടുകയും കേൾക്കുകയും ആനന്ദിക്കുകയും മ്യൂസിക്കിന്റെ ഇൻസ്ട്രുമെന്റുകൾ മക്കൾക്ക് പോലും വാങ്ങിച്ചു കൊടുക്കുകയും അത് സർവ്വസാധാരണയായി മാറുകയും ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഉമ്മത്തിൽ വരാനുണ്ട്, പിൽക്കാലത്ത് വരാനുണ്ട് അഖ്വാമുൻ, ചില വിഭാഗം, യസ്തഹില്ലൂനൽ ഹിറ, വ്യഭിചാരം അവരെ സാദാ ഹലാൽ പോലെ അവർ പെരുമാറും. പഠിക്കുന്ന കാലം, കോളേജുകളിൽ പഠിക്കുന്ന കാലം, അതിന്റെ ശേഷം വിവാഹിതനായതിന്റെ ശേഷം വിവാഹത്തിന്റെ മുമ്പ് വ്യഭിചാരം എന്നത് ഗൗരവം പോലും മനസ്സിലാക്കാതെ സർവ്വസാധാരണമായി ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞ്, സൗഹൃദ ബന്ധത്തിന്റെ പേര് പറഞ്ഞ്, പരസ്പരം തമ്മിൽ ധാരണയുണ്ടെങ്കിൽ പിന്നെ ഒരു റൈപ്പിന്റെ കുറ്റം പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പരസ്പര ധാരണയോടുകൂടെ വ്യഭിചാരം ഹലാല് പോലെ കാണുന്ന കാലം എനിക്കും എന്റെ ഉമ്മത്തിന്റെ അവസാനങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വൽ ഹരീർ, പുരുഷന്മാർ പട്ടുവസ്ത്രം ധരിക്കുന്ന കാലം വരും. വൽ ഖംർ, മദ്യപാനവും മയക്കുമരുന്നും സർവ്വസാധാരണമാവുന്നത് കാണാം. ഹലാല് പോലെ മദ്യപിക്കുന്നത് ഹലാല് പോലെ കാണുന്ന കാലം വരും. അതിന് കുഴപ്പമില്ലല്ലോ, അത് ആരാ ചെയ്യാത്തത് എന്ന് ചോദിക്കുന്ന അവസ്ഥ വരും. മയക്കുമരുന്ന് നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറുന്ന കാലം വരും. വൽ മആസിദ്, മ്യൂസിക് ഉപകരണങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് നടക്കുകയും മ്യൂസിക് കേൾക്കുകയോ അത് കമ്പോസ് ചെയ്യുകയോ അത് പാടുകയോ ചെയ്യുന്നതൊന്നും ഒരു പ്രശ്നമല്ലാത്ത കാലം അന്ത്യനാളിന്റെ മുമ്പുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇമാം മഹദിയുടെ വരവിന്റെ മുമ്പ് ഇമാം മഹദി തങ്ങൾ വരാനായെന്ന് എങ്ങനെയാ നമുക്ക് തിരിച്ചറിയാം? ആ വരവിന്റെ അടയാളങ്ങളെ സംബന്ധിച്ചാണ്. ഇത്തിഹാദുൽ ഖൈനാത്ത്, പാട്ടുപാടുന്ന പെൺകുട്ടികൾ ധാരാളം ഉണ്ടാകുന്ന കാലം. അത് TV സ്ക്രീനിലൂടെ ആവട്ടെ, ലൈവ് സ്റ്റേജുകളിലൂടെ ആവട്ടെ. ഈ ഉമ്മത്തിൽ ഭൂമിയിലേക്ക് ആഴ്ചപ്പെടുന്ന അപകടങ്ങൾ കാണാൻ കഴിയും. ഈ ലോകത്തിന്റെ ഒരു കാരുണ്യവാനായ അല്ലാഹുവിന്റെ കരുണയായ ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമ്മളെ ഉണർത്തുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത് എന്ന ഭാവേന. ലയകൂനന്ന ഫീ ഹാദിഹിൽ ഉമ്മത്തി ഖസ്ഫുൻ, ഈ ഉമ്മത്തിൽ ഭൂമിയിലേക്ക് ആഴ്ചപ്പെടുന്ന അപകടങ്ങൾ വരും. വഖദ്ഫുൻ, ആകാശത്ത് നിന്ന് ശുദ്ധമായ മഴവെള്ളം പെയ്യേണ്ടതിന് പകരം ചരൽക്കല്ലുകൾ മഴയായി വർഷിക്കുന്ന അവസ്ഥ വരും. വമസ്ഫുൻ, മനുഷ്യരുടെ പോലും രൂപം മാറ്റപ്പെടുന്ന മരണങ്ങൾ നടക്കും. വദാലിക, അത് നടക്കാൻ കാരണമാവുന്നത് ഇദാ ശരിബുൽ ഖുമൂർ, സമൂഹം മുഴുവൻ കള്ളുകുടിയന്മാരായി മാറുമ്പോഴാണ്, സമൂഹം മുഴുവൻ മദ്യത്തിന് അടിമപ്പെടുമ്പോഴാണ്. വത്തഖദുൽ ഖൈനാത്ത്, പാട്ടുപാടുന്ന പെൺകുട്ടികളെ അവർ കാണുകയും കൊണ്ടുവരികയും പാടിപ്പിക്കുകയും ചെയ്യുന്ന കാലം വരുമ്പോഴാണ്. വദറബൂ ബിൽ മആജിദ്, മ്യൂസിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന കാലം. ആ സമയത്ത് നിങ്ങൾക്ക് ഭൂമിയിലേക്ക് ആഴ്ചപ്പെടുന്ന അപകടങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ പറയട്ടെ. ദുഹൂറുൽ ഫഹ്ശി വത്തഫഹുശി, ബദാഅത്തുൽ ലിസാൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അശ്ലീലമായ കാര്യങ്ങൾ മനുഷ്യന്മാർ വിളിച്ചു പറയുന്നത്, അശ്ലീലമായ തമാശകൾ, പറയാൻ പാടില്ലാത്തത്, സാമാന്യ മനുഷ്യത്വമുള്ള ഒരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തത്, കേട്ടു നിൽക്കാൻ പറ്റാത്തത്, അത്രയും മോശമായ പദപ്രയോഗങ്ങളും വാക്കുകളും അശ്ലീലങ്ങളും സർവ്വസാധാരണയായി മാറുന്നത് ഈ ഉമ്മത്തിന്റെ അവസാനങ്ങളിൽ കാണാൻ കഴിയും. പിന്നെ പറഞ്ഞു നബി തങ്ങൾ തഖാറുബുസ്സമാൻ, കാലം അടുത്തേക്ക് വരും, സമയത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും. ഒരു വർഷം കഴിയുന്നത് ഒരു മാസം കഴിയുന്ന പോലെ. ഒരു റമദാനിൽ നിന്ന് അടുത്ത റമദാനിലേക്കുള്ള ദൂരം വളരെ പെട്ടെന്ന്. ഒരു മാസം കഴിഞ്ഞു കൂടുന്നത് ഒരാഴ്ച പോലെ, ഒരാഴ്ച കഴിയുന്നത് ഒരു ദിവസം പോലെ. ഒരു ദിവസം ഈത്തപ്പനയുടെ ഒരു ഓല കത്തിത്തീരാൻ എത്ര നേരം വേണോ അതുപോലെ ദിവസം ചുരുങ്ങി പോകുന്നത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സമയക്കുറവൊന്നുമില്ല. 24 മണിക്കൂർ തന്നെയാണ് വിഷയം. മനുഷ്യർ മുഴുവനും തിരക്കിലാണ്, എല്ലാവരും തിരക്കിലാണ്. റോഡിലോടുന്ന സർവ്വവാഹനവും തിരക്കിലാണ്. പക്ഷെ ആരും ഓൺ ടൈം എവിടെയും എത്തുന്നില്ല. ആരും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്ത് തീർക്കുന്നുമില്ല. സമയത്തിൽ നിന്ന് അല്ലാഹു തആല ബറക്കത്ത് എടുത്തു കളയുന്നുണ്ട്. സമയമില്ല എന്ന് പറയുന്നത്, പറ്റുന്നില്ല എന്ന് പറയുന്നത്, ആവുന്നില്ല, ഉദ്ദേശിച്ചു പക്ഷേ നടന്നില്ല. എപ്പോ 2 ആഴ്ചയായി, ഒരു ദിവസം ചെയ്യേണ്ട കാര്യം 2 ആഴ്ച കൊണ്ടായില്ല. ഒരു മാസം കൊണ്ട് ചെയ്യേണ്ടത് ഒരു വർഷം കൊണ്ടായി ആകുന്നില്ല. ഇങ്ങനെ സമയത്തിൽ നിന്ന് ബറക്കത്തുകൾ എടുത്തു കളയുന്ന കാലം അരികത്തേക്ക് വരുന്നതും അന്ത്യനാളിന്റെ മുമ്പുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദുഹൂറുൽ ഫിതൻ വഉമൂ
കലാപങ്ങളും കലുഷിതമായ അന്തരീക്ഷങ്ങളും സർവ്വസാധാരണമാവും. രാജ്യങ്ങളിൽ ഇവിടെ ആര് ഭരിക്കുന്നു എന്നതല്ല വിഷയം, അല്ലെങ്കിൽ ഏത് രാജ്യം എന്നതല്ല വിഷയം. മൊത്തത്തിൽ പ്രശ്നകലുഷിതമായ ഒരു കാലം വരും. ദുഹൂറുൽ ഫിതൻ, ഇവിടെയും കലാപങ്ങൾ, ഇവിടെയും പ്രശ്നങ്ങൾ, ഇവിടെയും ഖയോസ്, രാഷ്ട്രീയം അല്ലെങ്കിൽ ഭരണമില്ലായ്മ. എത്രയോ മുസ്ലിം രാജ്യങ്ങൾ അനുഭവിക്കുന്ന വിഷമമാണത്. ദുഹൂറുൽ ഫിതൻ, രാജ്യങ്ങളിലൊന്നാകെ ഫിത്നകളും ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, ഒരു ആപത്ത് കഴിയുമ്പോഴേക്കും മറ്റൊന്ന്, ഒരു വർഗീയ കലാപം കഴിഞ്ഞാൽ മറ്റൊന്ന്. ഇങ്ങനെ കലാപങ്ങളിൽ നിന്ന് കലാപങ്ങളിലേക്ക്, പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് സമൂഹം നീങ്ങുന്നത് അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാമെന്ന് നമ്മുടെ ഹബീബുനാ റസൂലുള്ളാഹ്. നമ്മളത് ചെയ്യരുതെന്നും കലാപങ്ങൾക്ക് കൂട്ടുനിൽക്കരുതെന്നും സമാധാനം പ്രചരിപ്പിക്കണമെന്നും നിങ്ങൾ സമാധാനത്തിന്റെ പക്ഷത്ത് നിൽക്കണം, ഫിത്നക്കാരുടെ കൂടെ പോകരുതെന്നുമുള്ള സൂചനയാണ് നബിതങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ അന്ത്യം അല്ലാഹു തആല വീണ്ടും നീട്ടിക്കൊണ്ടുപോകുന്നു. അതിന് അല്ലാഹു തഅ്ജീൽ ചെയ്യാൻ കഴിയും. നമ്മളാണത് കൊണ്ടുവരുന്നത്. നമ്മുടെ സ്വഭാവങ്ങളിൽ മാറ്റം വരുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങൾ അല്ലാഹു മാറ്റിമറിക്കുന്നത്. പിന്നെ പറഞ്ഞു നബിതങ്ങൾ ഭക്ഷണ തളികയിലേക്ക് വിശന്നു നിൽക്കുന്ന ആളുകൾ ഒരുമിച്ച് കൈനീട്ടി ഭക്ഷണം ആർത്തിയോടുകൂടെ തിന്നാൻ കൈനീട്ടുന്ന പോലെ ലോക സമുദായങ്ങൾ, ലോക രാജ്യങ്ങൾ, ലോക സംഘടനകൾ, സംവിധാനങ്ങൾ മുസ്ലിമിനെതിരെ കൈനീട്ടുന്ന കാലം വരുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തകാലുബുൽ ഉമം, സർവ്വ സമുദായവും ലക്ഷ്യം വെക്കുന്നത് ഒരു സമുദായത്തെ. സർവരുടെയും ചിന്ത ഒന്നേ ഒന്ന്, മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം. അങ്ങനെ സർവരാലും ഈ ഉമ്മത്ത് വലയം ചെയ്യപ്പെടുകയും ഈ ഉമ്മത്തിനെ മറ്റുള്ളവർ ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പ് ഇമാം മഹദി എന്ന എന്റെ വീട്ടുകാരനും എന്റെ ബന്ധുവും വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണാമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ളുഹൂറുൻ നിസാഇൽ കാസിയാത്തുൽ ആരിയാത്ത്, ളുഹൂറുൻ നിസാഇൽ കാസിയാത്തുൽ ആരിയാത്ത്. വളരെ ഗൗരവമുള്ള ഹദീസുകളാണ് ഇതൊക്കെ. നമ്മുടെ വിഷയം അടയാളങ്ങളെ സംബന്ധിച്ചല്ലാത്തത് കൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് ഒരു ഹെഡ്ലൈൻസ് വായിക്കുന്ന പോലെ ഓടിച്ചു പോവുകയാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ട് ചില പെണ്ണുങ്ങൾ, എന്നാൽ അവർ വസ്ത്രം ധരിച്ചില്ല. വിവസ്ത്രയാണെന്ന് പറഞ്ഞുകൂടാ, അർത്ഥവസ്ത്ര ധരിച്ച്. അതുപോലെ തന്നെ ശരീരത്തിന്റെ ഒരു ഭാഗം മറക്കുകയും മറ്റൊരു ഭാഗം വെളിവാക്കുകയും ചെയ്ത് അന്യ പുരുഷന്മാർ തന്നെ നോക്കണം, തന്നെ ഒന്ന് തൊടണം, തന്നിലേക്ക് ആകർഷിക്കണം, തന്നെ ഒന്ന് പ്രേമിക്കണം. ആ രീതിയിൽ പെണ്ണുങ്ങൾ വസ്ത്രവിധാനം ചെയ്ത് നടക്കുന്ന കാലം. ശുദ്ധമായ ഹദീസിൽ 1400 കൊല്ലം മുമ്പ് ഹബീബുനാ റസൂലുള്ളാഹി സിൻഫാനി മിൻ അഹ്ലിൻ നാർ ലം അറഹുമാ ബഅദ്, രണ്ട് വിഭാഗം ആളുകൾ നരകത്തിലേക്ക് പോകുന്നവരാണ്, ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റിജാലുൻ മഅഹും സിയാതുൻ കഅദ്നാബിൽ ബഖർ, ചില നിയമപാലകന്മാരെയാണ് ഹബീബ് തങ്ങൾ പറയുന്നത്. ചാട്ടവാറ് പോലെ ഒരു സാധനം കയ്യിൽ പിടിച്ചിട്ട് ജനങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുന്ന നിയമപാലകന്മാർ. വനിസാഉൻ, നബി തങ്ങൾ പറയുന്നു, ഞാൻ അവരെ കണ്ടിട്ടില്ല, അവർ വരാൻ പോകുന്നവരാണ്. പൊതുജനങ്ങളെ അടിക്കുന്നത്, നിരപരാധികളെ പ്രഹരിക്കുന്നവർ. എന്ന് പറഞ്ഞു വേറെ ഒരു വിഭാഗം വനിസാഉൻ കാസിയാതുൻ ആരിയാതുൻ, എന്നാൽ വസ്ത്രമില്ലാതെ നടക്കുന്ന, പൂർണ്ണ വസ്ത്രം ധരിക്കാതെ നടക്കുന്ന പെണ്ണുങ്ങൾ. മുമീലാതുൻ, പ്രേമിക്കാനും പ്രേമിക്കപ്പെടാനും കുതിച്ചു നടക്കുന്നവർ. മാഇലാത്, തന്നിലേക്ക് അന്യൊരു പുരുഷൻ ആകർഷിക്കണം, അവനെന്നെ സ്നേഹിക്കണം, അവനെന്റെ പിന്നാലെ വരണം എന്ന രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അങ്ങനെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന പെൺകുട്ടികൾ എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈപിടിച്ച് സ്വഹാബികൾ ബൈഅത്ത് ചെയ്യുമായിരുന്നു. സ്ത്രീകൾ ബൈഅത്ത് ചെയ്യാൻ വരുമ്പോ നബി തങ്ങൾ പറയും, ലാ ഉസാഫിഹുൻ നിസാ, എന്റെ ഭാര്യമാരുടെ കൈയല്ലാതെ ഒരു അന്യ പെണ്ണിന്റെ കൈ ഞാൻ തൊടുകയില്ല. നബി തങ്ങൾ സ്ത്രീകൾക്ക് ബൈഅത്ത് ചെയ്തപ്പോൾ കൈ തൊട്ടിട്ടില്ല. അവരോട് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുംതഹിനയിലെ ആയത്തുകൾ ഓതും നബി തങ്ങൾ. പെണ്ണുങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുമെന്നും നിങ്ങൾ മോഷണം ചെയ്യുകയില്ലെന്നും നുണ പറയുകയില്ലെന്നും കള്ളത്തരം പടച്ചുണ്ടാക്കുകയില്ലെന്നും നിങ്ങൾ അല്ലാഹുവിനെ വെച്ച് സത്യം പറയണം, എനിക്ക് വാക്ക് തരണം, പിന്നെ നിങ്ങൾ വ്യഭിചരിക്കുകയില്ലെന്നും പറയണം. അപ്പോഴാണ് ഹിന്ദ് ബിൻത് ഉത്ബ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ കടിച്ചെടുപ്പിയിരുന്ന ഹിന്ദ്. അന്നവർ മുസ്ലിമത്തല്ല, പിന്നീട് മുസ്ലിമത്തായി ഇസ്ലാമിലേക്ക് വന്നു. അബൂ സുഫിയാന്റെ ഭാര്യയാണ്. ഹിന്ദിനോട് റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ വിഭജിക്കുകയില്ല എന്ന വാക്ക് തരണമെന്ന് പറഞ്ഞപ്പോ തലയിൽ കൈവച്ചുകൊണ്ടാണ് ചോദിച്ചത്, അവ തസിനിൽ ഹുറത്തു യാ റസൂലല്ലാഹ്, അടിമ സ്ത്രീകളല്ലാതെ സ്വതന്ത്രകളായ പെണ്ണുങ്ങൾ എപ്പോഴെങ്കിലും വിഭജിക്കാൻ പോകുമോ നബിയെ? അത് പറയേണ്ടതുണ്ടോ? സ്വതന്ത്രകളായ പെണ്ണുങ്ങൾ അത് ചെയ്യുമോ നബിയെ? അടിമ പെണ്ണുങ്ങളല്ലേ അതൊക്കെ ചെയ്യുന്നത്? ഞങ്ങൾ സ്വതന്ത്രകളല്ലേ? അത്
പറയേണ്ടതുണ്ടോ? ഹബീബ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന് മറുപടി കൊടുക്കണം ഹിന്ദേ. ആ നബിയെ ഞാൻ അങ്ങേക്ക് ബൈഅത്ത് ചെയ്തു നബിയെ, ഞാൻ വ്യഭിചരിക്കുകയില്ല. പക്ഷേ എന്നിട്ട് പോലും ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ജാഹിലിയ്യത്തിൽ ജീവിച്ച പെണ്ണിനറിയാം വ്യഭിചാരം അത്രക്ക് മോശമാണെന്ന്. അത്ഭുതത്തോടെയാ ചോദിച്ചത്. സ്വതന്ത്രയായ ഒരു പെണ്ണത് ചെയ്യോ നബിയെ പറയേണ്ടതുണ്ടോ? ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ഹബീബ് തങ്ങൾ പറയുന്നു, അന്ത്യനാളിനോടടുക്കുമ്പോൾ പെൺകുട്ടികളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം കാണാൻ കഴിയും. എന്നെ നോക്കണം, എന്നെ ആകർഷിക്കണം, എന്റെ കൂടെ വരണം. മായിലാത്തുൻ മുമീലാത്തുൻ എന്ന് നബി തങ്ങൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതാണ്. പ്രേമിക്കാനും പ്രേമിക്കപ്പെടാനും വേണ്ടി നടക്കുന്ന പെൺകുട്ടികൾ അന്ത്യനാളിന്റെ മുമ്പ് വരുന്നുണ്ട്. ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷേ ആ രണ്ട് വിഭാഗവും നരകത്തിലേക്കെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഒട്ടകത്തിന്റെ പൂഞ്ഞവ് നിൽക്കുന്ന പോലെ തലമുടി കുടുമയാക്കി മേലേക്ക് വെച്ച് ഒരു മുടി ഒരു പ്രത്യേക സ്റ്റൈലിൽ തലമുടി മേലോട്ട് ഉയർത്തി വെച്ച് മുടി കെട്ടി വെച്ച് നടക്കുന്ന പെണ്ണുങ്ങൾ ഒരു ഒട്ടകത്തിന്റെ പൂഞ്ഞയാടുന്ന പോലെ അവരുടെ തലക്കെട്ടിന്റെ മീതയുള്ള മുടിക്കെട്ടി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ വരുമെന്ന് നബി തങ്ങളുടെ വാക്കുകളിലുണ്ട്. തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യദ്ഖുലുൽ ജന്നത വലാ യജിദുന റീഹഹാ. അവർക്ക് സ്വർഗ്ഗപ്രവേശനമില്ല, അവരതിന്റെ സുഗന്ധം പോലും അനുഭവിക്കുകയില്ല. വ ഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറതി കദാ വകദാ. എന്നാൽ അതിന്റെ വാസന വർഷങ്ങളോളം ഇനിയും യാത്ര ചെയ്യാനിരിക്കെ തന്നെ സ്വർഗത്തിന്റെ വാസന വരുന്നുണ്ട്. അതുപോലും ഈ പെണ്ണുങ്ങൾക്ക് ലഭിക്കുകയില്ലെന്നും ഈ നിയമപാലകന്മാർ പൊതുജനങ്ങളെ ചാട്ടമാറ് കൊണ്ടടിക്കുന്ന നിയമപാലകന്മാരും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് നബുവത്തിന്റെ വെളിച്ചത്തിൽ വഹയിന്റെ പ്രഭയിൽ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് തന്നെ പറയട്ടെ, സയകൂനു ഫീ ആഖിരി ഉമ്മതി. അന്ത്യനാളാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും റിജാലുൻ യർകബൂന അലാ സുറൂജിൻ കഅശ്ബാഹിർ റിഹാൽ. കാറുകൾ ഉണ്ടാകുമെന്ന്. വാഹനം, നമ്മൾ ഓടുന്ന വാഹനം, ബസ്, കാറ്, ട്രെയിന്, ഫ്ലൈറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ. എന്നാൽ നിരത്തിൽ ഓടുന്ന വാഹനങ്ങളെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞ ഹദീസാണത്. സയകൂനു ഫീ ആഖിരി ഉമ്മതി. എന്റെ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടം, നമുക്ക് തോന്നുന്നു പോലുമില്ല, അവസാന കാലഘട്ടം. റിജാലുൻ, ചില ആളുകളെ കാണാം നിങ്ങൾക്ക്, യർകബൂന, അവർ വാഹനം കയറുന്നു, അലാ സുറൂജിൻ. സുറൂജ് എന്ന് പറഞ്ഞാൽ മെത്തകൾ എന്നാണ്, ഇരിക്കാൻ നല്ല സുഖമുള്ളത്. ഒട്ടകത്തിന്റെ കട്ടിൽ പോലെ എന്ന് പറഞ്ഞാൽ മനോഹരമായി മിനുമിനുത്ത സീറ്റുകളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നവർ. എന്നാൽ അത് ഒട്ടകങ്ങളല്ല എന്നും ഹബീബുനാ റസൂലുള്ളാഹ്. അത് വാഹനമാണ്, എന്നാൽ അത് മൃഗങ്ങളല്ല. ഒട്ടകക്കട്ടിലുകൾ പോലെ ഇരിക്കാനും ചാരിരിക്കാനും കഴിയുന്ന മെത്തയുടെ സൗകര്യം പോലെയുള്ള നല്ല വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവർ പള്ളികളുടെ മുമ്പിൽ വന്ന് വാഹനം ഇറങ്ങും. അതുകൊണ്ടാണ് പള്ളികൾക്ക് പാർക്കിംഗ് ഇപ്പൊ വേണം. പാർക്കിംഗ് ഇല്ലാത്ത പള്ളിക്ക് ജുമുഅക്ക് വരാൻ പറ്റാത്തവരുണ്ട്. വാഹനം പാർക്ക് ചെയ്യാൻ സംവിധാനമില്ല. യൻസിലൂന അലാ അബ്വാബിൽ മസാജിദ്. പള്ളികളുടെ മുമ്പിൽ വന്നവർ ഇറങ്ങും, ഈ വാഹനങ്ങളിൽ വന്ന് ഇറങ്ങും. നിസാഉഹും കാസിയാതുൻ ആരിയാത്. പുരുഷന്മാർ പള്ളിയിൽ പോകുന്നവരാണ്, എന്നാൽ അവരെ പെണ്ണുങ്ങൾ ശരീരം പോലും മുഴുവൻ മറക്കാതെ നടക്കുന്ന പെണ്ണുങ്ങളായിരിക്കും. അങ്ങനെയുള്ളവർ എന്റെ ഉമ്മത്തിൽ വരാൻ പോകുന്നുണ്ട് എന്ന് റസൂലുള്ളാഹ്. ഇൽഅനൂഹുന്ന, ആ പെണ്ണുങ്ങളെ നിങ്ങൾ ശപിച്ചേക്കണമേ. ഫഇന്നഹുന്ന മൽഊനാതുൻ, അവർ ശപിക്കപ്പെട്ടവർ തന്നെ. ലൗ കാന വറാഅകും ഉമ്മത്തുൻ മിനൽ ഉമം, നിങ്ങൾക്ക് ഇനിയും കാലം ജീവിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ലഹദ്മിന നിസാഉകും നിസാഅഹും, അറബികളായ പെണ്ണുങ്ങൾ അനർബികളായ പെണ്ണുങ്ങൾക്ക് വേലക്കാരികളായി ജോലിക്ക് പോകുന്ന കാലം വരും. അറബികളായ പെണ്ണുങ്ങൾ അനർബികളായ പെണ്ണുങ്ങൾക്ക് വേണ്ടി, ഇപ്പൊ അനർബികളായ പെണ്ണുങ്ങൾ അറബി പെണ്ണുങ്ങൾക്ക് സേവനം ചെയ്യാൻ വീട്ടുവേലക്ക് പോകുന്നുണ്ട്. ആ കാലം മാറിയിട്ട് ഇനിയൊരു കാലം നിങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. മുസ്ലിമേതര സമുദായങ്ങൾ അറബികളുടെ വീടുകളിലേക്ക് ജോലിക്ക് വരുന്ന പോലെ ഇനി ഒരു കാലം വരും. അറബി പെണ്ണുങ്ങൾ മറ്റുള്ളവർക്ക് ജോലിക്ക് പോകുന്ന കാലം വരുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മഹ്ദി തങ്ങൾ വരുന്നതിന്റെ മുമ്പുള്ള കാലം യകൂനു സലാമു ലിൽ മഅരിഫ, അറിയുന്നവരോട് മാത്രം സലാം പറയുന്ന കാലം വരും. മുസ്ലിമീങ്ങളായ ആളുകൾ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയിൽ ജീവിക്കുന്നവരെ, അഹ്ലുൽ മഅരിഫ, തന്റെ ആളുകൾക്ക് മാത്രം, തന്റെ സംഘടനയിലുള്ള ആളുകൾക്ക് മാത്രം, അങ്ങനെ സ്വന്തം അറിയുന്നവരോട് മാത്രം, ലിൽ മഅരിഫ, താൻ അറിയുന്ന തന്റെ പ്രസ്ഥാന ബന്ധുക്കളോട് മാത്രമല്ലാതെ മുസ്ലിമീങ്ങളോട് പൊതുവെ സലാം പറയുന്ന സംവിധാനം ഇല്ലാതെയാവുകയും സ്വന്തം ആളുകളോട് മാത്രം സലാം പറയുന്ന സലാമുലിൽ മഅരിഫ, സ്വന്തക്കാരോട് മാത്രം പറയുന്ന സലാം അന്ത്യനാളിന്റെ മുമ്പുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യക്സുറുൽ കദിബു വയഉമ്മു, കളവ് വർദ്ധിക്കും, നുണ പറയുന്നത് വർദ്ധിക്കും.
കള്ളം പറയുന്നത് സർവസാധാരണം. തഖാറുബുൽ അസ്വാഖ്, നിബിധങ്ങൾ പറയുന്നു മറ്റൊന്ന് തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തു വരും, ടൗണുകൾ അടുത്തു വരും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, മുമ്പുണ്ടായിരുന്ന മടിയനിൽ നിന്ന് കാഞ്ഞങ്ങാട്ടേക്കുള്ള ദൂരമാണോ ഇപ്പോ? ഇവിടെ വിട്ടാ പിന്നെ ഒരു ടൗൺ കിട്ടണമെങ്കിൽ കാഞ്ഞങ്ങാട് എത്തണം, അല്ലെങ്കിൽ ഒന്ന് കുറച്ചങ്ങോട്ട് മേൽപ്പറമ്പ് എത്തണം. കാലം മാറിയിട്ട് അങ്ങ് റോഡ് സൈഡ് മുഴുവൻ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ. അങ്ങാടികളൊന്നും മറ്റൊന്നിനോട് ചേർന്നുകൊണ്ട് എവിടെയാണ് ഒരു ടൗൺ അവസാനിക്കുന്നത് എന്ന് പോലും കാണാൻ കഴിയാതെ ടൗണുകളുമായി മുട്ടുന്ന വിധം കച്ചവട സ്ഥാപനങ്ങൾ വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വിചാരിക്കുന്നു ഇതെല്ലാം സർവ്വസാധാരണമല്ലേ എന്ന്. ഈ സർവ്വസാധാരണമെന്ന് തോന്നുന്നവയാണ് സത്യത്തിൽ ചെറിയ അടയാളങ്ങളിൽ നബിതങ്ങൾ പറഞ്ഞത്. ഇത് കഴിഞ്ഞാലാണ് ഇമാം മഹദി തങ്ങളുടെ വരവിന്റെ സമയമാവുന്നത്. അങ്ങാടികൾ അടുത്തു വരും. ഒന്നുകൂടെ പറഞ്ഞാൽ ഓൺലൈൻ ഷോപ്പിംഗ് വരികയാണിപ്പോ. ഗൾഫ് രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ, ഡെവലപ്ഡ് രാജ്യങ്ങളിലൊക്കെ അത് വളരെ സർവ്വസാധാരണം. നമ്മുടെ നാടുകളിലുമായി സ്വന്തം ലാപ്ടോപ്പിൽ നെറ്റ്വർക്ക് ഉണ്ടോ, നേരെ സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു, വേണ്ട സാധനങ്ങൾ ചൂസ് ചെയ്യുന്നു, അത് ബാസ്ക്കറ്റിലേക്ക് വെക്കുന്നു, പേ ചെയ്യുന്നു, സ്വന്തം വീടിന്റെ മുമ്പിലേക്ക് ഇതാ കൊണ്ടുവരുന്നു. 2 മണിക്കൂർ 6 മണിക്കൂറിനുള്ളിൽ വീടിനുള്ളിൽ നിന്ന് ഓൺലൈനായിട്ട് മനുഷ്യന് ഷോപ്പ് ചെയ്യാൻ കഴിയുന്ന വിധം അങ്ങാടികൾ അടുത്തു വരുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ട് പോവേണ്ടതില്ല, അങ്ങാടികൾ നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുന്ന കാലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കുകൾ നുബുവത്തിന്റെ വചനങ്ങളാണ്. വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ആലോചിക്കണം. ആ വാക്കുകളുടെ ആഴങ്ങൾ എത്രയാണ്. ഇങ്ങനെ സാധനം മേടിക്കുന്നത്, ഷോപ്പിംഗ് മനുഷ്യന്റെ ഹരമായി മാറുന്നത്. അങ്ങാടികളിലൂടെ ആണുങ്ങളും പെണ്ണുങ്ങളും സന്ധ്യയോ പകലെന്നോ രാവെന്നോ നോക്കാതെ ഷോപ്പിംഗിന് ഇറങ്ങുന്ന കാലം. തിരുപ്പിതങ്ങൾ പറയട്ടെ, മസ്ജിദുകൾ കോടികൾ ചെലവഴിച്ച് പള്ളികൾ ഉണ്ടാക്കുകയും പാവപ്പെട്ട എത്രയോ ആളുകൾ ഒരു നേരത്തെ മരുന്നിന് വകയില്ലാതെ അതിന്റെ പരിസരങ്ങളിലോ മഹല്ലുകളിലോ ജീവിക്കുമ്പോൾ പള്ളികൾക്ക് വേണ്ടി അനാവശ്യമായ ചെലവുകൾ ഉണ്ടാക്കി മനുഷ്യന്മാർ എന്റെ നാട്ടിലെ പള്ളി കണ്ടോ, ഞങ്ങളുടെ പള്ളി കണ്ടോ എന്ന് സ്വന്തം നാട്ടിലെ പള്ളിയെ പറഞ്ഞ് അഭിമാനം നടക്കുന്ന കാലം. പള്ളികൾക്ക് ചെലവഴിച്ച സംഖ്യയുടെ പേര് പറഞ്ഞ് ആളുകൾ അഭിമാനം പറയുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പിലുണ്ടെന്ന് റസൂലുള്ളാഹി. ترفع الأصوات في المساجد. നോക്കണം, അല്ലാഹു തആല അവന്റെ ഹബീബിന്റെ നാവിലൂടെ പറഞ്ഞ എത്രയോ സംഭവങ്ങൾ. ഇമാം മഹദിയുടെ വരവിനെ ശരിവെക്കുന്ന അന്ത്യനാളിന്റെ മുമ്പിലെത്തുന്ന അടയാളങ്ങൾ നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് പേടിക്കുക. അല്ലാഹുവിന്റെ പള്ളികളിൽ ബഹളങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലാഹുവിന്റെ പള്ളികളിൽ ജുമുഅ നിസ്കരിക്കുവാൻ നിയമപാലകന്മാരെ കൊണ്ടുവരേണ്ട അവസ്ഥ. പള്ളികൾക്കുള്ളിൽ ഉന്തും തള്ളും ബഹളവും അടിയും പിടിയും. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പോലും ആണിയടിച്ച പട്ടിക കൊണ്ടുവന്നിട്ട് അടിക്കുക. നിസ്കരിക്കുന്ന മനുഷ്യന്മാരെ, മുസ്ലിമിനെ അടിച്ചു വീഴ്ത്തുന്നത്. പള്ളികൾക്കുള്ളിൽ പള്ളികളുടെ അധികാരം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് എന്തെന്നില്ലാത്ത അനാവശ്യമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തെ തകർക്കുകയും പള്ളികൾക്കുള്ളിൽ ബഹളങ്ങൾ ഉണ്ടാക്കുകയും മസ്ജിദിന്റെ പരിപാലനം ഈ കമ്മിറ്റിയല്ല ഞങ്ങൾക്കാണ് വേണ്ടതെന്ന വിധേന ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഉണ്ടാകുകയും അല്ലാഹുവിന്റെ പള്ളികൾക്കുള്ളിൽ നിന്ന് ദിക്റും സ്വലാത്തും ഖുർആനും ഇബാദത്തും നടക്കേണ്ട സ്ഥലത്ത് ഉന്തും തള്ളും രക്തചിന്തലുകളും ചോരചിന്തലും നടക്കുന്ന കാലം നിങ്ങൾക്ക് ഇമാം മഹദിക്ക് മുമ്പ് കാണാൻ കഴിയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഗൗരവത്തോടു കൂടെ ചിന്തിക്കുക. രാജ്യത്തുള്ള മുഴുവൻ ആളുകളും ഈ വിഷയം മനസ്സിലാക്കുക. നമ്മൾ അനാവശ്യമായ അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും പാടില്ലെന്ന് പറഞ്ഞ വിഷയങ്ങളിലേക്കാണ് എടുത്തു ചാടുന്നത്. പോലീസുകാരുടെ എണ്ണം വർദ്ധിക്കുമെന്ന് നിബിധങ്ങൾ പറഞ്ഞു. ഷുർത്ത എന്ന് പറഞ്ഞാൽ പോലീസ് എന്നാണ്. ഷുറത്തതിന്റെ പ്ലൂറലാണ്. പോലീസ് തന്നെ പറയാം. ഒന്നായാലും രണ്ടായാലും പോലീസ് തന്നെ. ഒരു നിയമപാലകൻ, ഒരുപാട് നിയമപാലകർ. പോലീസിന്റെ എണ്ണം വർദ്ധിക്കുന്ന കാലം വരും. നിയമപാലകന്മാർ കൂടുതൽ. എന്തിന്? വികസനത്തിൽ ഫസാദ് കൂടുമ്പോ വളരെ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുക, എത്രയോ മതവിശ്വാസികൾക്കിടയിൽ, മതമില്ലാത്തവർക്കിടയിൽ സമാധാനത്തോടെ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി വർഗീയമായ കലാപങ്ങൾ ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കുക, അവർ അല്ലാഹുവിനെ പേടിക്കുക. നമ്മൾ സമാധാനപരമായി ജീവിക്കേണ്ട ആളുകളാണ്, കലാപങ്ങൾ ഉണ്ടാക്കേണ്ടവരല്ല. ഉണ്ടായി പോകുന്നവയെ അണക്കേണ്ടവരാണ് നമ്മൾ, അണച്ച് തണുപ്പിക്കേണ്ടവരാണ് നമ്മൾ, സമാധാനം കൊണ്ടുവരേണ്ടവരാണ് നമ്മൾ. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും നമ്മൾ ക്ഷുഭിതരായി ഓടി നശിപ്പിക്കുന്നു, എറിയുന്നു, തകർക്കുന്നു. എന്തിന്? നിയമപാലകന്മാരുടെ വിന്യാസം വർദ്ധിക്കുകയും ഒരുപാട് നിയമപാലകന്മാർ ഒരു മഹല്ലിലുള്ള ആളുകളെക്കാളേറെ എക്സ്ട്രാ സപ്ലൈ കൊണ്ടുവന്നിട്ട് വേണം ചില രാജ്യങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ, ചില പ്രദേശങ്ങളിൽ, ചില ഏരിയകളിൽ. ഇതുപോലെ നിയമപാലകന്മാരുടെ എണ്ണം വർദ്ധിക്കുകയും ആ എണ്ണം വർദ്ധിക്കാൻ കാരണം പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു ബൈഉൽ ഹുക്ം, കൈക്കൂലി കൊടുത്തിട്ട് സ്ഥാനമാനങ്ങൾ വാങ്ങിക്കുന്ന കാലം വരും. ഒരു സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലേക്ക് എത്താൻ, ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിന്റെ ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് വരാൻ കൈക്കൂലി കൊടുക്കുന്നത്, ഒരു ജോലി കിട്ടാൻ വേണ്ടി കൈക്കൂലി കൊടുക്കുന്നത് ബൈഉൽ ഹുക്ം, അധികാരം ലഭിക്കാൻ വേണ്ടി കൈക്കൂലി കൊടുക്കുന്നത്, അധികാര കച്ചവടം നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സത്യസന്ധമായ രീതിയിൽ ജനാധിപത്യ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ അതിനൊക്കെ മറികടക്കുന്ന വിധത്തിൽ ബൈഉൽ ഹുക്ം നടക്കുന്നില്ലേ? അധികാരങ്ങൾ വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കൈക്കൂലി കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു ഹദീസ് പറയുന്നു, ബാദിറൂ ബിൽ അഅമാലി സിത്ത, 6 കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്. അതിനു മുമ്പേ നിങ്ങൾ നന്മ ചെയ്തോളൂ. എത്ര വലിയ അത്ഭുതമാണ് ഹദീസുകളൊക്കെ! 1400 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ചിന്തിക്കുക പോലും ചെയ്യാൻ കഴിയാത്ത വസ്തുതകളാണ് അല്ലാഹുവിന്റെ റസൂൽ 1400 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. 6 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. അതിനു മുമ്പ് കർമ്മങ്ങൾ ചെയ്തോളൂ. ഇമാറത്തുസ് സുഫഹാ, വിവരമില്ലാത്ത ആളുകൾ, വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ, അബദ്ധങ്ങൾ ചെയ്യുന്നവർ നേതൃസ്ഥാനങ്ങളിലേക്ക് വരുന്നത്, നിയമപാലകന്മാർ വർദ്ധിക്കുന്നത്, അധികാരങ്ങൾ വിൽക്കപ്പെടുന്നത്, ചോരക്ക് വിലയില്ലാതാവുന്നത്, മനുഷ്യന്റെ രക്തത്തിന് വിലയില്ലാതാകുന്നത്, ചോര ചിന്താൻ പേടിയില്ലാത്തത്, കൊലപാതകങ്ങൾക്ക് പേടിയില്ലാതാവുന്നത്, കുടുംബ ബന്ധങ്ങൾ മുറിച്ചു മാറ്റുന്നത്, കുടുംബ ബന്ധത്തിലുപരി ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയുന്നത്, സ്വന്തം ചോരബന്ധങ്ങളെ അവഗണിക്കുന്നത്, വിശുദ്ധ ഖുർആൻ പാരായണം മനോഹരമായി ഓതുകയും എന്നാൽ ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നവർ. ഖുർആൻ മനോഹരമായി ഓതുന്ന കാലം വരും. മെഹ്റാബിലേക്ക് തറാവീഹിന് ഇമാം നിൽക്കാൻ, ജമാഅത്തിന് ഇമാം നിൽക്കാൻ നമ്മൾ കൊണ്ടുവരുന്ന ആളുകൾ മനോഹരമായി ഓതുന്നവരാണ്. പക്ഷേ ഫിഖ്ഹുണ്ടോ? അല്ലാഹുവിന്റെ ദീനിന്റെ കർമ്മശാസ്ത്ര നിയമങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ദീനിന്റെ മസാലകൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കാതെ ഖിറാഅത്ത് മാത്രം നോക്കുകയും അത് പാട്ടുപാടുന്ന പോലെ കേൾക്കാൻ വേണ്ടി ഇമാം നിൽക്കാനുള്ള അർഹതയില്ലാത്ത ആളുകളെ ശബ്ദം മധുരമാണെന്ന മാത്രം കാരണം പറഞ്ഞ് മിഹ്റാബിലേക്ക് നിർത്തുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് 6 വസ്തുതകളെ നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 6 വസ്തുതകൾ പറഞ്ഞു നബി തങ്ങൾ. ഇതെല്ലാം നിങ്ങൾക്ക് കാണാനുള്ള വസ്തുതകളാണ്. നാളിന്റെ മുമ്പ് കാണാൻ കഴിയും. ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് കൂടെ ജോലിക്ക് പോകുന്ന കാലം, കച്ചവടത്തിന് പോകുന്ന കാലം, പെണ്ണുങ്ങൾ നല്ലവരായ അച്ചടക്കത്തോടുകൂടെ മക്കൾക്ക് തർബീയത്ത് ചെയ്ത് വളർത്തേണ്ട ഉമ്മമാർ, അവർ ജോലിക്ക് കൂടെ പോയാൽ അവർക്ക് വീട്ടിലെ ജോലി ചെയ്യാൻ കഴിയില്ല. പുരുഷന്മാരെ പോലെയല്ല. പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങൾ നിർബന്ധ സാഹചര്യങ്ങളിൽ പോകുന്നതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, പോവണ്ട എന്നുമല്ല പറയുന്നത്. നിബിധങ്ങൾ പറഞ്ഞൊരു ഹദീസ് വിശദീകരിക്കുകയാണ്. തർബിയത്ത് ഉമ്മമാരുടെ കൈകളിലാണ് അല്ലാഹു ഏൽപ്പിച്ചത്. ഉപ്പമാരുടെയും കൂടുതൽ ഉമ്മമാർ അവരാണ് മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടത്, അവരാണ് മക്കളുടെ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ടത്, അവരാണ് വീടിന്റെ ഭരണം നടത്തേണ്ടത്. നിബിധങ്ങൾ പറയുന്നു, അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും കച്ചവടങ്ങൾ കൂടിയിട്ട് ഭർത്താവിന്റെ കൂടെ സ്ഥാപനങ്ങളിൽ ജോലിയിൽ പെണ്ണും ജോലിക്ക് പോയിരിക്കും. ഭർത്താവിന്റെ ബിസിനസ്സിൽ പെണ്ണും ഇറങ്ങും. ആണും പെണ്ണും ജോലിക്ക് പോകുന്ന കാലം സ്ഥാപനങ്ങളിൽ പെണ്ണുങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്നത്, കുടുംബ ബന്ധങ്ങൾ മുറിച്ചു മാറ്റുന്നത്, പച്ച നുണ പറയാൻ ആളുകൾ മുന്നോട്ട് വരുന്ന, സാക്ഷി പറയുന്ന കാലം, കള്ളസാക്ഷി പറയൽ, ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടെ പറയട്ടെ, ഫുശൂൽ ഖലം, എഴുത്ത് വർദ്ധിക്കും, എഴുതാനുള്ള സംവിധാനങ്ങൾ വർദ്ധിക്കും. എഴുതാനുള്ള സംവിധാനങ്ങൾ, മിനിമം ഒരു വാട്സപ്പ് മെസ്സേജ് ആയിക്കോട്ടെ, എത്ര പെട്ടെന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. എല്ലാവർക്കും കീബോർഡുകളായി മുമ്പത്തെ പോലെയല്ല, ഒരു ഡെസ്ക്ടോപ്പിന്റെ ആവശ്യമില്ല, ലാപ്ടോപ്പിൽ വെച്ച് ചെയ്യേണ്ട കാര്യമില്ല, സ്വന്തം മൊബൈൽ ഫോണിൽ എഴുതുകയാണ്. എഴുത്ത് വർദ്ധിക്കും. നിങ്ങൾ പറയാം, എത്ര ടെക്സ്റ്റാണ്. ഓരോരുത്തർക്ക് ഒരു ദിവസം എഴുതിവിടുന്ന കഥ വായിക്കുമ്പോഴേക്കും അസറായി പോകും. രാവിലെ തുടങ്ങിയാണ് അല്ലെ, ഓരോ വാട്സപ്പിൽ വിടുന്ന ഓരോ കഥകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് മനുഷ്യന്മാർ എല്ലാവരും എഴുതുകയാണ്. അത് പേന കൊണ്ട് എഴുതിയിട്ട് അത് ടൈപ്പ് ചെയ്ത് വരുന്നു, മംഗ്ലീഷിൽ എഴുതിയിട്ട് ഇംഗ്ലീഷായി വരുന്നു, അല്ലെങ്കിൽ മലയാളമായിട്ട് വരുന്നു. ഇങ്ങനെ എഴുതാനുള്ള സംവിധാനങ്ങൾ വർദ്ധിക്കും. നിബിധങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ മഷിയിൽ കുത്തി ചുരണ്ടുണ്ടാക്കുന്ന കമ്പ് കൊണ്ട് മഷിയിൽ കുത്തി ഒരക്ഷരം 2 അക്ഷരം കൊണ്ട് എഴുതിയിരുന്ന ഒരു കാലം അന്നാണ് നിബിധങ്ങൾ പറയുന്നത്. മാഗസിനുകൾ വർദ്ധിക്കും, കിതാബുകളുടെ രചന വർദ്ധിക്കും, പത്രങ്ങൾ വരും.
എഴുത്ത് വർദ്ധിക്കും, ഓൺലൈനും ഓഫ്ലൈനും, ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയും. എഴുത്തുകൾ വർദ്ധിക്കുന്ന കാലം വർദ്ധിച്ചില്ലേ? ഇതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കി, ഉണ്ടായിട്ടുണ്ടോ? സർവരും എഴുതാൻ, എല്ലാവരും എഴുതിവിടുന്നു മെസ്സേജുകൾ, ടെക്സ്റ്റുകൾ. മഴ നിങ്ങൾക്ക് കുറച്ചു മാത്രം കിട്ടുന്ന കാലം വരും. മഴ കുറയും, മഴയുടെ ലഭ്യത കുറവ് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിനെ അനുസരിക്കാതെ ജീവിക്കുന്ന, ജീവിതത്തിന്റെ മൂല്യം കാത്തു സൂക്ഷിക്കാത്ത ആളുകൾ അല്ലാഹു തആല ബഹുമാനിച്ച ആളുകളെ ബഹുമാനിക്കാതിരിക്കുകയും എന്നാൽ അല്ലാത്തവരെ നന്നായി ബഹുമാനിക്കുകയും ചെയ്യുന്ന കാലം. ഫിലിം സ്റ്റാറുകളെ അല്ലെങ്കിൽ സ്പോർട്സിലെ സ്റ്റാറുകളൊക്കെ പൂജിക്കുന്ന പോലെ നെഞ്ചിലേറ്റി കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരൊന്ന് ആലോചിക്കുക. ഈമാനിന്റെയും അഖീദയുടെയും ആളുകൾ പുറത്തുണ്ടായിരിക്കെ അവർക്കൊന്നും അർഹമായ പരിഗണന പോയിട്ട്, സ്ഥാനം പോയിട്ട് ഒന്നും കൊടുക്കാതെ, ദീനുമായോ തന്റെ ആഖിറവുമായോ ഒരു ബന്ധവുമില്ലാത്ത, തന്റെ ആഖിറത്തിന്റെ ജീവിതത്തിലേക്ക് ഒട്ടും തന്നെ സഹായിക്കുക പോലും ചെയ്യാത്ത ആളുകളെ സ്റ്റാർ പദവി നൽകി നിങ്ങൾ ആദരിക്കുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പിലുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുഖാലു ലിർറജുലി, ഒരാളോട് പറയപ്പെടുമത്രേ, മാ അജ്ലദ, എന്തൊരു ധൈര്യവാൻ, മാ അദ്റഫ, എന്തൊരു മാന്യൻ, വമാ അഖല, എന്തൊരു ബുദ്ധിയുള്ള മനുഷ്യൻ. അവാർഡുകൾ തേടി വരുന്നു, റെക്കഗ്നിഷനുകൾ വരുന്നു, അഭിനന്ദനങ്ങൾ വരുന്നു ഒരാൾക്ക്. വമാ ഫീ ഖൽബിഹി ഹബ്ബത്തു ഖർദലിൻ മിൻ ഈമാൻ, ഈമാനിന്റെ കടുക് മണി പോലും അത്ര പോലും ഈമാൻ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇല്ലാതിരിക്കെ എത്ര വലിയ ആൾ, എത്ര ബുദ്ധിയുള്ള ആൾ, എന്തൊരു ചിന്തകനെന്ന് അത്തരക്കാരെ പറ്റി പറയപ്പെടുന്ന അവസ്ഥ വരുമെന്ന് ലോകത്തിന്റെ ഗുരു ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്പം കൂടെ ഒന്ന് രണ്ട് വിഷയം കൂടെ മാത്രം. ഇറാഖ് എന്ന രാജ്യത്തിന് ഉപരോധം ഏർപ്പെടുത്തപ്പെടുമെന്ന് റസൂലുള്ളാഹി. ഇറാഖിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഭക്ഷണം വരാത്ത കാലം വരും, ഇറക്കുമതികളില്ലാത്ത കാലം വരും. ഇറാഖിന് ഉപരോധം ഏർപ്പെടുത്തപ്പെടും. ഷാമിന് ഉപരോധം വരുമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷാം എന്ന നബി തങ്ങൾ പറയുമ്പോ ആ ഷാമിന്റെ അർത്ഥം സിറിയയാണ്, ലെബനോനാണ്, ജോർദാനാണ്, ഫലസ്തീനാണ്. ഈ 4 രാജ്യങ്ങൾക്കെതിരെയും ഉപരോധം നടക്കും. ലോക രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുകയും ലോകരാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ടും എക്സ്പോർട്ടും ഇല്ലാതെ ആ രാജ്യങ്ങൾക്കെതിരെ പ്രതിരോധം നടത്തപ്പെടും. ഭക്ഷണം കിട്ടാതെ ഈ നാട്ടുകാർ മരിക്കുന്ന കാലം സിറിയയിൽ ഉപരോധം വരുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങൾ നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുഹൂറുൽ ഗലാ, പൈസയുടെ മൂല്യം കുറയുന്നത്, മൂല്യം കുറയും. ദുഹൂറുൽ ഗലാ, മൂല്യം കുറയും. വിധങ്ങൾ പറയാ, ഒരാൾക്ക് 100 രൂപ കൊടുത്താൽ, 100 ദീനാർ കൊടുത്താൽ, 100 ദിർഹം കൊടുത്താൽ ദേഷ്യപ്പെടും. ഇതാണോ എനിക്ക് തന്നത്? 100-ന് വിലയില്ല. അവരുടെ കാലത്ത് വിലയില്ലാത്ത കാലം വരും, 100-ന് വിലയില്ലാത്ത കാലം വരും. 1ഉം 2ഉം കൊണ്ട് ജീവിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. എന്നാൽ 100 എന്ന അക്കത്തിന് പോലും വിലയില്ലാത്ത വിധം മനുഷ്യന്റെ സമ്പദ്ഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ വരുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടെ പറയട്ടെ, ഫിത്നത്തുൻ തദ്ഖുലു കുല്ല ബൈത്തിൻ മിൻ ബുയൂതിൽ അറബി വഗൈരിഹിം, അറബികളുടെയും അല്ലാത്തവരുടെയും വീടിനുള്ളിലേക്ക് വരുന്ന ഒരു ഫിത്നയുണ്ടത്രേ. എല്ലാവരുടെയും റൂമിനുള്ളിലേക്ക് വരും ആ ഫിത്ന. നമ്മളിതൊക്കെ പറയുമ്പോൾ ആശ്ചര്യത്തോടെ ഒരു പക്ഷെ ആലോചിച്ചു പോകും, എന്താണ് ഈ പറയുന്നത്? പ്രഗത്ഭരായ സമകാലികരായ പണ്ഡിതന്മാർ ഈ ഹദീസുകൾ എടുത്ത് വിശദീകരിക്കുമ്പോൾ പറയാണ്, അത് ടെലിവിഷൻ ആയിരിക്കണം, TV ആയിരിക്കണം. നമ്മുടെ വീടുകൾക്കുള്ളിലേക്ക് ഒരുപക്ഷെ നമ്മുടെ മക്കളുടെ കൂടെ ഇരുന്ന് പോലും കാണാൻ പറ്റാത്തത്, ഒരാൾക്ക് ഒറ്റക്ക് കാണാൻ പറ്റാത്തത് മക്കളുടെ കൂടെയും പറ്റില്ല. ഒറ്റക്ക് കാണാൻ പറ്റാത്തത് മക്കളുടെ കൂടെയും പറ്റില്ലല്ലോ. നമ്മുടെ റൂമുകൾക്ക് ഏതൊരു അറബിയുടെയും അനറബിയുടെയും വീടുകളിലേക്ക് കടന്നു വരുന്ന ഒരു ഫിത്ന. അന്ത്യനാളിന് മുമ്പ് എല്ലാ വീടായ വീടുകൾ, ഫ്ലാറ്റായ ഫ്ലാറ്റുകൾ, റൂമുകളായ റൂമുകളിൽ മുഴുവനും കയറി വരുന്ന ഒരു ഫിത്നയുണ്ടെന്ന്. അത് സാറ്റലൈറ്റ് ഡിഷുകളിലൂടെ മനുഷ്യന്റെ മുമ്പിലൂടെ ചിത്രങ്ങളായി ശബ്ദമായി കടന്നു വരുന്ന ടെലിവിഷൻ ആവണം എന്നാണ് ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുമ്പോൾ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചത്. എല്ലാ വീടുകളിലേക്കും കയറി വരുന്ന ഫിത്ന ആലോചിച്ചോളൂ. ഒളിച്ചോട്ടങ്ങളും ഓടിപ്പോക്കുകളുമെല്ലാം നമ്മുടെ നാടുകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ നിയമപാലകന്മാരെ കുറ്റം പറയേണ്ട. മക്കൾ ഓടിപ്പോയിട്ട് അവരെ കിട്ടിയില്ലല്ലോ, എത്ര ദിവസമായി കിട്ടിയിട്ടില്ലല്ലോ. മക്കൾ ഓടിപ്പോയിട്ട് വിവരം കിട്ടിയില്ലല്ലോ. നിയമപാലകന്മാരെ കുറ്റം പറയല്ലേ? നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ രാജ്യത്തെ നിയമപാലകന്മാരാണോ സംരക്ഷിക്കേണ്ടത്? അവർക്ക് എത്ര ജോലിയുണ്ട് വേറെ ചെയ്യാൻ? നമ്മുടെ മക്കളെ എന്ത് കണ്ടു വളരുന്നു? നമ്മുടെ മക്കൾ എന്താണ് കാണുന്നത്, കേൾക്കുന്നത്? നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ചിന്തയിലേക്ക് പലതും കയറിപ്പോവുകയും അവർ കാണുന്ന ചിത്രങ്ങൾ ഒരു റിയാലിറ്റിയാണത്, ഇത് തന്നെയാണ് യാഥാർത്ഥ്യം എന്ന് വിചാരിച്ച് അവർ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യം അറിയാതെ അവർ ഓടുമ്പോ
ആ ഓട്ടത്തിൽ വിരൽ കടിക്കേണ്ടത് വീട്ടുകാരാണ്. ആദ്യവും ആഖിറുമായിട്ട്, അവലും ആഖിറും അവർ തന്നെയാണ്. എന്തുകൊണ്ട്? അതിന്റെ സാഹചര്യങ്ങൾ നമ്മൾ എന്തുകൊണ്ട് തടഞ്ഞില്ല? ഞങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദ്നതുൻ തകൂനു ബൈനനാ വബൈന റൂം. ഇവിടെ നിന്നാണ് നമ്മൾ ഇമാം മഹദിയുടെ ചർച്ചയിലേക്ക് ഡയറക്റ്റ് കടക്കുന്നത്. അവസാന തടയാളങ്ങളിലുണ്ട്. മുസ്ലിം രാജ്യങ്ങളും റോമക്കാരും തമ്മിൽ സന്ധി ഉണ്ടാകും, ഉടമ്പടി ഉണ്ടാകും. റോം എന്ന് പറയുന്നത് ഔറോപ്പ, അമേരിക്ക, അമേരിക്കയും യൂറോപ്പും അടങ്ങുന്നതിന് ആ രണ്ട് രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് റൂം. റൂമിയ എന്ന് പറഞ്ഞാൽ റോം സിറ്റിയാണ്. റൂം എന്ന് പറഞ്ഞാൽ യൂറോപ്പും അമേരിക്കയും. അവരുമായി മുസ്ലിം രാജ്യങ്ങൾക്ക് ഉടമ്പടിയുണ്ട്. എന്നാലോചിച്ച് നോക്ക്, അവിടുത്തെ മിലിറ്ററി, അവിടുത്തെ ഫൈനാൻസ്, അവിടുത്തെ എല്ലാം യൂറോപ്യരായിട്ടുള്ള സമാധാന ഉടമ്പടികളുണ്ട്. ആ ഉടമ്പടിയിലാണ് ഇപ്പോ മുസ്ലിം രാജ്യങ്ങളുള്ളത്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മഹദിയുടെ വരവിലൂടെ പറയാൻ പോവാണ്. നമ്മൾ ആരംഭിച്ചിട്ട് 1 മണിക്കൂറും 1 മിനിറ്റുമായി. ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കാം. സ്വല്ലു അല നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. نقول اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. رسول الله صلى الله عليه وسلم തങ്ങൾ പറയുന്നുണ്ട് ഇമാം മഹദി വരുന്ന കാലത്തെക്കുറിച്ച്, ഉബശ്ശിറുകും ബിൽ മഹ്ദി, ഇമാം മഹദി വരുമെന്ന് ഞാൻ നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുബഅസുൽ മഹ്ദിയു അലാ ഇഖ്തിലാഫിൻ മിനൻ നാസ് വസൽസാൽ ഫയംലഉ അൽ-അർള ഖിസ്തൻ വഅദ്ലൻ കമാ മുലിഅത് ളുൽമൻ വജൗറാ വയർളാ അൻഹു സാകിനു السമാഇ വസാകിനു അൽ-അർള് വയഖ്സിമു അൽ-മാല സഹാഹാ. നിബിതങ്ങൾ പറഞ്ഞ ഹദീസ്, ഞാനിതാ നിങ്ങൾക്ക് സന്തോഷവാർത്ത തരുന്നു, ഇമാം മഹദി വരും. നിങ്ങളെ ഏറ്റെടുക്കാൻ, ഈ ഉമ്മത്തിന് നീതി നഷ്ടപ്പെടുമ്പോൾ, ഈ ഉമ്മത്തിനെതിരെ ശത്രുക്കൾ കൈനീട്ടുമ്പോൾ, ഈ ഉമ്മത്തിനെ സഹായിക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായമായി ഇമാം മഹദി നിങ്ങൾക്ക് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുസ്ലിഹുല്ലാഹു ഫീ ലൈല, ഒരു രാത്രിയിലാണ് ഇമാം മഹദിക്ക് അല്ലാഹു യോഗ്യത നൽകുന്നതെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സാധാരണക്കാരനെ പോലെ ഒരു സയ്യിദ് കുടുംബത്തിൽ ദമസ്കസിന്റെ ഭാഗത്ത് നിന്ന് ആസ്ഥാനമായി പ്രവർത്തിക്കാൻ പോകുന്ന ഇമാം മഹദിയെ നബി തങ്ങൾ പരിചയപ്പെടുത്തി. അത് ഇമാം മഹദിയാണെന്ന് ഇമാം മഹദി പോലും അറിയുന്നത് ഒരു രാത്രി കൊണ്ടായിരിക്കും. യുസ്ലിഹുല്ലാഹു ഫീ ലൈല, ഒരു രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന് യോഗ്യത നൽകുന്നത്, പവർ നൽകുന്നത്. ആ മഹാന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും, മഹാനായ ഇബ്നു കസീർ എന്നവർ അതിന് കൊടുത്ത മനോഹരമായ അർത്ഥമുണ്ട്. യുഹയ്യിഉല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല ആ മഹാനെ യോഗ്യനാക്കും ലിൽ ഖിലാഫ, ഈ ഖിലാഫത്തിന്റെ യോഗ്യനാക്കും, ഉമ്മത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ യോഗ്യനാക്കും. ഫി അയ്യാമിൽ ഫിത്നി വൽ മലാഹിമിൽ അഖീറ, ലോകത്ത് നടക്കാൻ പോകുന്ന ലോക മഹായുദ്ധങ്ങൾ ഇനിയും വരാനുണ്ട്. അൽ മലാഹിം എന്നാണ് ഇതിനെപ്പറ്റി പറയാം. മലാഹിം ഭീകരമായ വിപത്തുകൾ ഉണ്ടാകുന്ന യുദ്ധങ്ങൾ ഇനി വരാനുണ്ട്. ഇമാം മഹദിയുടെ കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ ഒരുപാട് നടക്കാനുണ്ട്. വിധങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അതിലെല്ലാം ഇമാം മഹദിയുടെ സൈന്യത്തിനാണ് അല്ലാഹു തആല വിജയം നൽകുന്നത്. ഇമാം മഹദിയെ അല്ലാഹു തആല ഖിലാഫത്തിന് യോഗ്യനാക്കുകയാണ്. യുത്ഹിറുഹുല്ലാഹു മിൻ കുല്ലി ദംബിൻ വഖുബ്തിൻ, മഹാനെ ശുദ്ധിയാക്കുന്നു. ഇമാം മഹദി നബിയല്ല, മഹായുഗ പുരുഷനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ വരുന്ന ആളാണ്. ഈ ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വരുന്ന ആളാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ബശ്ശിറുകും ബിൽ മഹ്ദി, ഞാൻ നിങ്ങൾക്ക് മഹദിയെ സന്തോഷവാർത്ത അറിയിച്ചു തരുന്നു. യുബ്അസുൽ മഹ്ദിയു, ഇമാം മഹദി കടന്നു വരുന്നത് അലാ ഇഖ്തിലാഫിൻ മിനൻ നാസ്, ജനങ്ങൾക്ക് വിഭിന്നമായ അഭിപ്രായങ്ങൾ, വിഭിന്നമായ സംഘടനകൾ, വിഭിന്നമായ നിലപാടുകളുള്ള കാലം. വസൽസാൽ, ലോകത്ത് ഭൂകമ്പങ്ങൾ വർദ്ധിക്കുന്ന കാലത്താണ് വരുന്നത്. അല്ലാഹുവിന്റെ ഭൂമിയെ നീതി കൊണ്ട് നിറക്കും ആ മഹാൻ. ഭൂമിയൊന്നാകെ അക്രമം കൊണ്ടും. ഉദ്ധരിക്കുന്ന ഇമാം അബൂ ദാവൂദ്, അഹ്മദ് എന്നിവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസ്, ഇംറാനു ബൈത്തുൽ മുഖദ്ദസ് ഖറാബു യത്രിബ്, ബൈത്തുൽ മുഖദ്ദസ് പരിശുദ്ധമായ അഖ്സ പള്ളിയുള്ള സ്ഥലം, ബൈത്തുൽ മുഖദ്ദസ്. ഞാൻ ആ പള്ളി കണ്ടു, അവിടെ ഒരു ജുമുഅക്ക് നിസ്കരിച്ചു, അവസരം ഉണ്ടായി, അൽഹംദുലില്ലാഹ്. ആ പള്ളി ഇന്ന് ജൂതന്മാരുടെ കയ്യിലാണ്. നമ്മുടെ ജുമുഅക്ക് കടക്കണമെങ്കിൽ തന്നെ ആ നാട്ടുകാരായ മുസ്ലിമീങ്ങളായ ആളുകൾ എബവ് 60, 60-ന് മുകളിലുള്ള ആൾക്കാരെ ആ നാട്ടുകാരുടെ കടത്തിവിടും. വിദേശികളായ ഫലസ്തീൻകാരെല്ലാം അറബികളാണെങ്കിൽ മിനിമം 40 വയസ്സ് കഴിയണം അങ്ങോട്ട് കടക്കണമെങ്കിൽ.
നമ്മുടെ ഇന്ത്യക്കാർക്കൊക്കെ അങ്ങനെ റാഹത്ത്. ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വിലപ്പെടാൻ മനസ്സിലായത്. നമുക്ക് ചെറുപ്പക്കാർക്കും വലിയവർക്കൊക്കെ പോകാൻ പറ്റും. ഞാൻ ഹോളി ടൂറൊക്കെ, ഹോളി ലാൻഡ് ടൂറൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. നമ്മുടെ ബക്കറ്റ് വരുന്നുണ്ട് അല്ലേ? വേഗം പോട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ അടുത്ത് അബു എൻ്റെ അടുത്താ, നമ്മുടെ സ്വന്തം ആളാ, നമ്മൾ വാങ്ങിക്കോളി. ഞങ്ങൾ തമ്മിലെ കണക്ക് ശരിയാക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കാര്യം ഇപ്പം പാർക്കസനാജിക്ക് എനിക്ക് അരമണിക്കൂർ വേണം പറഞ്ഞു അതിന്റെ അവസ്ഥ എന്താണ് കേട്ടിട്ട് വലിയ ബേജാറുണ്ട്. പക്ഷെ എനിക്ക് ബേജാറെന്ന് തോന്നുന്നില്ല, എന്തായാലും വിജയിക്കും തന്നെ തോന്നുന്നത്. ഒന്നുമില്ലല്ലോ, ഒരു ബേജാറില്ല. പക്ഷെ അസനാജിക്ക് ഇത് മുബാറക്കാജി പറഞ്ഞത് ഈ പരിപാടി കഴിയുമ്പോൾ 30 രൂപ കിട്ടണം എന്നാണ്. അത് ആയിക്കോട്ടെ, സാരല്ല, ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മളെ ഫുഡ് എന്താ വെച്ചാൽ ഇവിടെ ഇരിക്കുന്നുണ്ട് കുറെ ആളുകൾ, പ്രഗത്ഭരായ ആളുകൾ, നമ്മുടെ നാട്ടുകാരായ തായൽ കുടുംബം മൊത്തം ഒരുപാട് ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ, നമ്മുടെ പരിസരത്തുള്ള ഞാൻ അറിയുന്നവരും അറിയാത്തവരൊക്കെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ സെക്രട്ടറി അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ നമ്മളെ കൊണ്ട് സാധിക്കും. ഖിയാമത്ത് നാൾ വരെ നമ്മുടെ പള്ളി നിലനിൽക്കുമ്പോൾ അതിന്റെ വരുമാനത്തിലേക്ക് വരുന്ന ഓരോ അംശത്തിലും നമ്മുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം ഉണ്ടാവും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസരം ഇന്ന് ചെയ്തു, നാളെ നമ്മൾ നേരം വെക്കുമ്പോൾ മരിച്ചുപോയി ഒന്നും പറയാൻ പറ്റില്ല. മരിക്കാൻ കിടക്കുമ്പോ റൂഹ പിടിക്കാൻ വേണ്ടി വരുമ്പോ എന്താ പറയാന്നറിയോ? റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ. പടച്ചോനെ, ഞാൻ എന്തെങ്കിലുമൊക്കെ പള്ളിയിൽ കൊടുക്കാന്നൊക്കെ വിചാരിച്ചു, നാളെ കൊടുക്കാൻ നേരെ കിട്ടി റബ്ബേ, ഞാനതാ സെക്രട്ടറിയോട് പറഞ്ഞോട്ടെ, അതിനൊരു സമയം എന്താ റബ്ബേ, ഇപ്പൊ പിടിക്കല്ലേ, ഫഅസ്സദ്ദഖ, ഞാൻ കൊടുത്തോളാം, സമയം കഴിഞ്ഞു എന്ന് പറയും. അങ്ങനെ ആലോചിച്ചിരിക്കണ്ട, വല്ലാണ്ട് ആലോചിച്ച ഇബ്ലീസ് തലേ കയറും. അത് നിനക്കെടുത്താൽ പോരെന്ന് ചോദിക്കും. അതാണ്. അപ്പൊ നന്മ വരുമ്പോ പെട്ടെന്ന് ഖൈറുൽ ഉമൂരി അജലുഹു എന്നാ പറയാ, ഏറ്റവും നല്ല നന്മകൾ പെട്ടെന്ന് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് നിങ്ങളൊക്കെ ശ്രദ്ധയുണ്ടാവണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇംറാൻ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനം, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളുടെ അധികാരത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടം ഇതുവരെ വന്നിട്ടില്ല. ഉമർ തങ്ങളുടെ കാലത്ത് കുറച്ചു നേരം കിട്ടി, പിന്നെ തിരിച്ചുപോയി. അതിനുശേഷം സലാഹുദ്ദീൻ അയ്യൂബിയുടെ, നൂറുദ്ദീൻ സംഘിയുടെ കാലത്തിന് ശേഷം സലാഹുദ്ദീൻ അയ്യൂബി അത് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു പിടിച്ചു, വീണ്ടും നഷ്ടമായി, ഇപ്പോഴും നഷ്ടമായിരിക്കുകയാണ്. ഇംറാൻ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിംകളുടെ കയ്യിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാലം. ഖറാബു യത്രിബ്, അന്ന് മദീനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന അന്ന് നാശമാവും അത്രേ, മദീനയിൽ അന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവും. ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രശ്നം തീർന്നാൽ, നമ്മുടെ ഫലസ്തീൻ ഇഷ്യൂ എന്നൊക്കെ പറയില്ലേ, ലോക മുസ്ലിമീങ്ങൾ ഹറമിലെ ഇമാമുമാർ നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ വിഷയം. നമ്മളത് പലതും പറയും, ചിലരൊക്കെ പറയും ഫലസ്തീനയുടെ സ്വഭാവം കണ്ട ഒരു നാട്ടിൽ അത് ഉണ്ടാവും എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞേക്കണ്ട, അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങളാണ്. അർദു ഷാം, ഇതൊക്കെ ഷാം എന്ന് പറഞ്ഞ പ്രദേശമാണ്. ഫസാദു ഷാമി ഫസാദു ദുനിയ, ഷാമിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ലോക രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാവും എന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഷാം എന്ന് പറഞ്ഞാൽ സിറിയ, ജോർദാൻ, ലബനാൻ, ഫലസ്തീൻ, ഈ രാജ്യങ്ങൾ കൂടുന്ന പ്രദേശമാണ് നബി തങ്ങൾ പറയുന്ന ഷാം. അവിടെ പ്രശ്നമുണ്ടോ? അത് ലോക പ്രശ്നങ്ങൾക്ക് കാരണമാണ്. അത് ആഗോള ഗ്ലോബൽ ഇഷ്യൂസ് എന്റെ പിന്നിൽ ഉണ്ടാകുമെന്നാണ്. നമ്മളിപ്പോ കരണ്ട് അതിന്റെ രാഷ്ട്രീയ നീക്കുപോക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നബി തങ്ങൾ പറയാണ്, ഇംറാൻ ബൈത്തുൽ മുഖദ്ദസ് ഖറാബു യത്രിബ്, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനം മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനം മുസ്ലിമീങ്ങൾ ഏറ്റെടുക്കുന്നത്, ആ പരിശുദ്ധമായ പള്ളി, നബി തങ്ങളുടെ മെഹറാജ് നടന്ന പള്ളി എവിടെയാണ്? മെഹറാജിന്റെ ബുറാക്കിന് കെട്ടിയിട്ട പാറയുടെ അടയാളം ഇപ്പോഴും അവിടെ കാണാൻ കഴിയും. വലിയൊരു അത്ഭുതമുള്ള പ്രദേശമാണ്. ബുറാക്കിന് കെട്ടിയിട്ട സ്ഥലേ ഇപ്പോഴും അവിടെ ഉണ്ട്. നിബിധങ്ങൾ നിസ്കരിച്ച സ്ഥലം അവിടെയുണ്ട്. മസ്ജിദുൽ അഖ്സായുടെ തൊട്ടുമുറ്റത്തുള്ള ആ ഒരു ഡോം ഓഫ് റോക്ക്, ഖുബ്ബത്തു സഖ്റ എന്ന് പറയുന്ന പള്ളി, അതിന്റെ ഉള്ളിൽ, അതിന്റെ പാറയിൽ നിസ്കരിച്ച സ്ഥലമുണ്ട്. എല്ലാം കിടക്കാൻ പുണ്യമായ സ്ഥലം. അവിടം ശരിയായാൽ മദീന പ്രശ്നമാവും. ഖറാബു യത്രിബ, അത് മദീനയുടെ പ്രശ്നങ്ങൾക്ക് കാരണമാകും. വഖറാബു യത്രിബ ഖുറൂജുൽ മൽഹമ, മദീനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്ന വലിയ യുദ്ധങ്ങളുടെ കാരണമാണ്. വഖുറൂജുൽ മൽഹമ, അങ്ങനെ ഒരു വലിയ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്ന, യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് ഫത്ഹുൽ ഖുസ്തൻതീനിയ, കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയത്തിന് കാരണമാണ്. വഫത്ഹുൽ ഖുസ്തൻതീനിയ, കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയം ഖുറൂജുദ് ദജ്ജാൽ, ദജ്ജാൽ വരാനുള്ള കാരണം അതായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കോൺസ്റ്റാന്റിനോപ്പിളിനെതിരിൽ ഒരു യുദ്ധമുണ്ട് ഇമാം മഹ്ദിയുടെ കാലത്ത്. വിശദമായിട്ട് വഴിയെ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. മറ്റൊരു ഹദീസിൽ നബി ഞങ്ങൾ പറയുന്നു, ലാ തഖൂമുസ് സാഅ, അന്ത്യനാള് സംഭവിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാം, ഹത്താ യുഖാതിലൽ മുസ്ലിമൂനൽ യഹൂദ്, മുസ്ലിമീങ്ങളും ജൂതന്മാരും തമ്മിൽ പ്രശ്നമുണ്ടാവും, യുദ്ധമുണ്ടാവും. ഫയഖ്തുലുഹുമുൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ അവരെ വകവരുത്തും. ഹത്താ യഖ്തബിഅൽ യഹൂദ് വറാഅൽ ഹജ്രി വശജർ, അങ്ങനെ ജൂതന്മാർ ചെടികളുടെയും വൃക്ഷങ്ങളുടെയും കല്ലുകളുടെയും പിന്നിൽ പോയി മറിഞ്ഞിരിക്കും. ഫയഖൂലുൽ ഹജറു വശജർ, കല്ലും വൃക്ഷവും സംസാരിക്കും, യാ മുസ്ലിമു, ഏ മുസ്ലിമേ, യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസനെ, ഹാദാ യഹൂദിയുൻ ഖൽഫി, ദാ ഒരു ജൂതനെ വിളിച്ചിരിക്കുന്നുണ്ട്, തആല ഫഖ്തുൽഹു, നീ വന്നവനെ വകവരുത്തുക എന്ന് എല്ലാ വൃക്ഷങ്ങളും വിളിച്ചു പറയും. ഇല്ലൽ ഗർഖദ്, ഗർഖദ് എന്ന് പറയുന്ന ഒരു വൃക്ഷം,
ഓർക്കിഡ് നല്ല, അത് ഗർഖദ് തന്നെയാണ്. ഗർഖദ് എന്ന് പറയുന്ന ഒരു വൃക്ഷം ഒഴികെ ഇന്നഹു മിൻ ഷജറിൽ യഹൂദ്, അത് ജൂതന്മാരുടെ വൃക്ഷമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലസ്തീനിൽ ടൂർ പോയാൽ ഈ ഇസ്രായേലിന്റെ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഗൈഡുമാരോടൊന്ന് ചോദിച്ചു നോക്കുക ഈ ഗർഖദ് വൃക്ഷം എവിടെയാണെന്ന്. അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്നു അതിന്റെ സാമ്പിൾ. അപ്പൊ മില്യൺ കണക്കിന് ഗർഖദ് വൃക്ഷങ്ങൾ ഇന്നവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്, മില്യൺ കണക്കിന്. എന്തായാലും അത്ഭുതം എന്നറിയോ, അവർക്കറിയാം നമ്മുടെ നബി പറഞ്ഞ സത്യമാണ്. ഗർഖദ് വൃക്ഷമേ അവരെ സഹായിക്കാനുണ്ടാകൂ എന്ന് ഇന്നത്തെ ജൂതന്മാർ ടെൽ അവീവ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയിൽ, ആ ഭാഗങ്ങളിൽ, ഇസ്രായേലിന്റെ ക്യാപിറ്റൽ അല്ലേ ടെൽ അവീവ് ആണോ, ധാരാളം ഗർഖദുകൾ അവർ നട്ട്. റോഡ് സൈഡ് മൊത്തം ഗർഖദാണ്. ഗർഖദിന്റെ ആയിരക്കണക്കിന് പ്ലാന്റുകൾ. ഇസ്രായേലിന്റെ മാപ്പ് എടുത്താൽ, ഇസ്രായേലിന്റെ അതിന്റെ ഒരു ജിയോളജിക്കൽ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ അവർ ഏരിയക്ക് തിരിക്കും. മൗണ്ടൻസ് ഉള്ള ഭാഗം, പുഴയുള്ള ഭാഗം, കൃഷിയുള്ള ഭാഗം, ഗർഖദ് വൃക്ഷങ്ങളുള്ള ഭാഗം, പ്രത്യേകം വലിയൊരു ഏരിയ ഇന്ന് കാണാൻ കഴിയുന്നു. യാത്ര പോകുമ്പോൾ കാറ്റലോഗ് കിട്ടുമ്പോൾ നോക്കിയാൽ അതിന്റെ മാപ്പ്, ഇസ്രായേലിന്റെ മാപ്പ് കിട്ടുമ്പോൾ അതിൽ കാണും ഗർഖദ് വൃക്ഷം നട്ടുപിടിപ്പിച്ച ഭാഗം. ഇംഗ്ലീഷിൽ ഒരു മാപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഏരിയ. ഖുർആൻ അവരെ പറ്റി പറഞ്ഞെന്താണെന്നറിയോ? അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും വഇന്ന ഫരീഖൻ മിൻഹും ലയക്തുമൂനൽ ഹഖ്ഖ വഹും യഅലമൂൻ. നാം വേദം നൽകിയ ആളുകൾ, ജൂതന്മാരും ക്രിസ്ത്യാനികളും, യഅരിഫൂനഹു, ആ നബിയെ അവർക്കറിയാം, കമാ യഅരിഫൂന അബ്നാഅഹും, അവരുടെ സ്വന്തം മക്കളെ അവർ തിരിച്ചറിയുന്ന പോലെ എന്റെ റസൂൽ തന്നെയാണെന്ന് വേദം നൽകപ്പെട്ടവർക്കറിയാം. വഇന്ന ഫരീഖൻ മിൻഹും, അവരിൽ ഒരു വിഭാഗം ആളുകൾ ലയക്തുമൂനൽ ഹഖ്ഖ, സത്യം മൂടിവെക്കുകയാണ്. വഹും യഅലമൂൻ, അവർക്കതറിയാം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 146. അവർക്കറിയാം മൂടിവെക്കാൻ. എന്റെ നബിയെ സ്വന്തം മക്കളെ എന്റെ മോനാണെന്നറിയുന്ന പോലെ അവർക്ക് എന്റെ നബി എന്റെ റസൂലാണെന്ന്, മുഹമ്മദ് നബിയെ പറ്റി അവർക്കറിയാം. വേദം നൽകപ്പെട്ടവർക്ക് എന്റെ നബിയെ പറ്റി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടവർക്ക്. പക്ഷേ ആ നബി വന്നപ്പോൾ അവർ ഒളിച്ചു പിടിക്കാൻ മറച്ചു വെക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു സമയം രക്ഷപ്പെടാൻ വേണ്ടി ജൂതന്മാർ ഒരുപാട് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമേ വിളിച്ചു പറയാതിരിക്കുള്ളൂ, അത് ജൂതന്മാരുടെ മരമാണെന്നും റസൂലുള്ളാഹി അത് മാത്രം വിളിച്ചു പറയൂല. ബാക്കി എല്ലാ മരങ്ങളും. ഈ ഇമാം മഹദി തങ്ങളുടെ കാലഘട്ടത്തിന്റെ ഒരു അവസ്ഥ പറയുന്നത് ഇന്നത്തെ മോഡേൺ വെപ്പൺസ് ഉപയോഗിക്കാൻ കഴിയില്ല. എന്താണ് അതിന്റെ കാരണം നമുക്കറിയില്ല. കാരണം ഹദീസിൽ വന്നത് മുഴുവനും പുരാതന കാലഘട്ടത്തിലെ ആയുധങ്ങളെ സംബന്ധിച്ചാണ്. അതിനെ സംബന്ധിച്ച് ഉലമാ പഠനം നടത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വേൾഡ് വാർ ഉണ്ടാവുകയോ, ഒരു ആറ്റമിക് അറ്റാക്ക് ഉണ്ടാവുകയോ, ഒരു ന്യൂക്ലിയർ വാർ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കുകളും സാറ്റലൈറ്റ് സംവിധാനങ്ങളോ വാർ പ്ലെയിനുകളോ പോലും പറപ്പിക്കാൻ കഴിയാത്ത വിധം യുദ്ധങ്ങൾ പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോകുമെന്നാണ്. പഴയകാല ആയുധങ്ങൾ ഉപയോഗിക്കേണ്ട കാലം വരും. റൈഫിളുകളല്ല, അല്ലെങ്കിൽ സാറ്റലൈറ്റ് സംവിധാനങ്ങളാൽ, റഡാർ സംവിധാനങ്ങളാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന വാർ പ്ലെയിനുകളോ അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകളോ ഒന്നും അന്ന് വർക്ക് ചെയ്യൂല. സുബ്ഹാനല്ലാഹ്. അന്ന് ഈ വൃക്ഷങ്ങൾ വിളിച്ചു പറയും. വൃക്ഷങ്ങൾ വിളിച്ചു പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക്, ഹബീബിന്റെ മുമ്പിലേക്ക് വന്നു. ജാഅ റജുലുൻ യഹൂദിയ്യുൻ ഇലൻ നബി, ഒരു ജൂതൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാന്ദർഭികമായി ഒന്നുകൂടെ നമ്മുടെ വളണ്ടിയർമാർ റോഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വാഹനവും എന്ത് ചെയ്യരുത്, ബ്ലോക്ക് ആവരുത്. ദൂരയാത്രകളിൽ കിലോമീറ്ററുകളോളം പോവേണ്ട യാത്രക്കാർ ഈ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്ത് ചെയ്യുക, റോഡ് എല്ലാവരും മാറിക്കൊടുക്കണം. റോഡിലേക്ക് ഇമാദത്തുൽ അദാ അനി ത്വരീഖ് സ്വതഖ, റോഡിൽ നിന്ന് മാറി നിന്ന് കൊടുത്താൽ സ്വതക്കയുടെ കൂലി കിട്ടുന്ന. റോഡ് ആളുകൾക്ക് തടസ്സമില്ലാതാക്കി കൊടുത്താൽ സ്വതക്ക ചെയ്ത കൂലി കിട്ടും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് വഴി തടസ്സം ഒരിക്കലും ഉണ്ടാവരുത് എന്നുകൂടെ പറയാം. ഒരു ജൂതൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നു. അദ്ദേഹം വന്നത് നബിയോടൊരു കാര്യം പറയാനാ. നബിയെ, ഒരു ചെന്നായ എന്റെ ഒരു ആടിനെ പിടിക്കാൻ വേണ്ടി വന്നു. ഞാൻ ആടിൻ പച്ചത്തെ മേയ്ക്കുന്ന ആളാണ്. ചെന്നായ വന്നപ്പോ ഞാൻ ഓടിച്ചെന്ന് എന്റെ ആടിൻകുട്ടിയെ രക്ഷപ്പെടുത്തിയപ്പോ ആ ചെന്നായ എന്നോട് പറഞ്ഞു, അള്ളാഹു എനിക്ക് കൊണ്ടുതന്ന ഒരു ഭക്ഷണം നീ എന്നിൽ നിന്ന് പിടിച്ചു മാറ്റാണോ എന്ന് ചെന്നായ മരുഭൂമിയിൽ എന്നോട് സംസാരിച്ചു. നബിയെ, ഞാൻ അത്ഭുതം കേട്ട് വരികയാണ്. അപ്പോ ഞാൻ പറഞ്ഞു, ഇതെന്താ സംസാരിക്കുന്ന ചെന്നായ? ടോമാഞ്ചറി സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കാർട്ടൂൺ ഫിഗേഴ്സ് കുട്ടികളുടെ ഐപാഡിൽ നിന്ന് സംസാരിക്കുന്ന പോലെ ഒറിജിനൽ ലൈവായിട്ട് സംസാരിക്കുകയാണ് ഈ മൃഗം. ആ ജൂതൻ ചോദിച്ചു, ചെന്നായ സംസാരിക്കപ്പെടെ എന്താ, ഇതെന്ത് അത്ഭുതമാണ്? അപ്പോഴാണ് ചെന്നായുടെ മറുപടി, നിനക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ?
അഅജബു മിൻഹു, ഇതിനേക്കാളും ഒരു അത്ഭുതം ഞാൻ പറഞ്ഞു തരാമെന്ന് ആട്ടിടയനായ ജൂതനോട് പറഞ്ഞ ഒരു കഥ സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ചെന്നായ പറഞ്ഞു, റജുലുൻ ബൈനൻ നഖ്ലതൈൻ, അല്ലെങ്കിൽ റജുലുൻ ബൈനൽ ഹർറതൈൻ, ഈത്തപ്പനകളാൽ ചുറ്റപ്പെട്ട രണ്ട് മലകൾക്കിടയിലുള്ള പ്രദേശത്ത് ഒരാൾ വന്നിട്ടുണ്ട്. ആരാണത്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുഖ്ബിറു, ആ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായവൻ അല്ലാഹുവാണെന്ന് പറയുന്ന ഒരാൾ രണ്ട് മലകൾക്കിടയിലെ ഈത്തപ്പന തോട്ടങ്ങളുള്ള ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. നീ അതൊന്ന് പോയിട്ട് കാണ്, ഞാൻ സംസാരിച്ചതല്ല അത്ഭുതം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളെ പറ്റി ആര്? ഈ ചെന്നായ പറഞ്ഞു, ഞാൻ സംസാരിച്ചതല്ല അത്ഭുതം, റസൂലുള്ളാഹി വന്നിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ, അത് പോയി നോക്കടോ. യുഖ്ബിറു, നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചെന്നും എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നും ലോകത്തോട് പറയുന്ന ഒരു പ്രവാചകൻ ആ മദീനയിലുണ്ടോ, പോയി കാണുമെന്ന് ഷാമുകാരനായി മനുഷ്യനോട് പറഞ്ഞപ്പോ ആട്ടിൻപറ്റത്തെ കൂട്ടിലാക്കിയിട്ട് മദീനത്തേക്ക് നടന്നു വന്നതാണ്. നബിതങ്ങൾ അദ്ദേഹത്തെ പള്ളിയിൽ കൂട്ടിക്കൊണ്ടുപോയി സ്വഹാബത്തിനെ കാണിച്ചു കൊടുത്തു. സ്വഹാബികളോട് പറഞ്ഞു, കണ്ടോ, അദ്ദേഹം കണ്ടൊരു അത്ഭുതം നിങ്ങൾ കേട്ടോ, അദ്ദേഹം മുസ്ലിമാവുകയാണ്, കലിമ ചൊല്ലുകയാണ്. നബിതങ്ങൾ പറഞ്ഞു, ലാ തഖൂമുസ് സാഅ, അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും, ഹത്താ തുകല്ലിമ സിബാഉൽ ഇൻസ, മൃഗങ്ങൾ വന്യജീവികൾ മനുഷ്യരോട് സംസാരിക്കുന്ന കാലം വരും. വയുകല്ലിമു റജുല ശിറാഖു നഅലിഹി, ചെരുപ്പിന്റെ വാറ് മനുഷ്യനോട് സംസാരിക്കുന്ന കാലം വരും. ഇപ്പൊ തുടങ്ങിയ പുതിയൊരു ചെരുപ്പ് വന്നിട്ടുണ്ട്, കാലിന്റെ ഷൂവിൽ GPS വരുന്ന ഒരു സ്ട്രീറ്റ് നടന്നു പോകുമ്പോ നോക്കിയാൽ മതി റോഡ് ക്ലിയർ ആണോ അല്ലേ, മൊബൈൽ ഇങ്ങനെ പിടിച്ച് നടക്കണ്ട, ഷൂലേക്ക് നോക്കിയാൽ മനസ്സിലാവും. കാലിൽ ചെരുപ്പിന്റെ വാറിൽ GPS വരുന്ന ഒരു ഷൂ ഞാനത് കണ്ടു. അതിപ്പോ മാർക്കറ്റിൽ ഇങ്ങനെ വരാൻ വളരെ പബ്ലിക്കായിട്ട് വരാൻ പോവാൻ ഇറങ്ങിയിട്ടുണ്ട് സാധനം. ഈ ഹദീസിന്റെ പുലർച്ചയാണ്. മനുഷ്യനോട് അവന്റെ ചെരുപ്പിന്റെ വാറ് സംസാരിക്കുന്ന കാലം വരും, മൃഗങ്ങൾ മനുഷ്യനോട് സംസാരിക്കും അന്ത്യനാളിന്റെ മുമ്പെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, അന ഉസദ്ദിഖു ദാലിക വ അബൂബക്കറും ഉമർ, എന്റെ അബൂബക്കറും ഉമറും ഞാനും അത് വിശ്വസിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളിനോട് അടുക്കുമ്പോൾ മൃഗം സംസാരിക്കും. എന്തിനാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്? നമ്മുടെ TV സെറ്റ് എന്ന് പറഞ്ഞ സാധനം ഇരുമ്പല്ലേ അതിന്റെ അകത്തുള്ളത്, ചെമ്പല്ലേ? ആ സാധനം റിമോട്ട് കൊണ്ട് തൊടുമ്പോഴേക്ക് ശബ്ദം വരുന്നുണ്ടല്ലോ ഇരുമ്പിൽ നിന്ന്, ചിത്രം കാണുന്നില്ലേ? ഈ സംവിധാനം ജീവനില്ലാത്ത സാധനങ്ങളിൽ നമുക്ക് അല്ലാഹു കാണിച്ചു തരിക. എന്തിനെന്നറിയോ? ഇതിലും വലിയൊരു അത്ഭുതം വരുമ്പോൾ ഞെട്ടണ്ട, ഇതിലും വലുത് ചെയ്യാൻ കഴിവുള്ളവനാണ് അല്ലാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളിനോട് മുമ്പ് നടക്കുന്ന യുദ്ധങ്ങളിൽ ഇല്ലൽ ഗർഖദ എന്ന വൃക്ഷമൊഴികെ, ആ വൃക്ഷമൊഴികെ എല്ലാം സംസാരിക്കും. ആ വൃക്ഷം മാത്രം ജൂതന്മാർക്ക് ഒത്താശ ചെയ്യുന്ന വൃക്ഷമാണ്. ആ ജൂതന്മാർക്കെതിരെയുള്ള യുദ്ധത്തിൽ അല്ലാഹു മുസ്ലിമീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് വിജയം നൽകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തഖൂമുസ് സാഅ, അന്ത്യനാളിന്റെ മുമ്പ് ഹത്താ തുഖാതിലു ഖൗറൻ വകിർമാൻ, ഖൗസൻ വകിർമാൻ, ഖൗസും അതുപോലെ കിർമാൻ എന്ന് പറയുന്ന പ്രദേശം, നിങ്ങൾ അവിടേക്ക് ഇസ്ലാം കടന്നു ചെല്ലാതെ, അവിടേക്ക് ഒരു യുദ്ധം നടക്കാതെ അന്ത്യനാൾ നടക്കുകയില്ലെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഖൗസ് കിർമാൻ എന്ന് പറഞ്ഞ സ്ഥലം, അതിന്റെ പടിഞ്ഞാറ് ഭാഗം പേർഷ്യയാണ്, അതിന്റെ നോർത്ത് ഭാഗം റഷ്യയാണ്, അതിന്റെ സൗത്ത് പേർഷ്യൻ ഗൾഫാണ്. ആ പ്രദേശം അറബികൾക്ക് മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഖൗസ് കിർമാൻ എന്നാണ്. ഇന്ന് ആ രാജ്യത്തിന്റെ പേര് ചൈന, അല്ലെങ്കിൽ റഷ്യ, ജപ്പാൻ, മംഗോളിയ, ഈ പ്രദേശങ്ങളാണ് ഖൗസ് കിർമാൻ എന്ന് നബിതങ്ങൾ പറഞ്ഞ പ്രദേശം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടേക്കും ഒരു യുദ്ധം നടക്കുമെന്ന് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിനൽ ആജിം, അവർ അറബി സംസാരിക്കുന്നവരല്ല എന്നൊക്കെ നബിതങ്ങൾ അവരെ പറയാൻ പോവാൻ. ഹുംറൽ വുജൂഹ്, മുഖം ചമന്നവരാണ്. ഫുസ്തൽ ഉനൂഫ്, മൂക്ക് ചപ്പിയവരാണ്. സിഗാറുൽ അയുൻ, കണ്ണ് വളരെ ചെറുതാണ്. ഒരു ഉറങ്ങാണോ കണ്ണെണീച്ചിട്ടുണ്ടോ എന്ന് വരെ അറിയില്ല, അത്ര ചെറിയ കണ്ണുകളുള്ള മനുഷ്യന്മാർ. ഞങ്ങൾ പറയാ ചൈന ഭാഗത്തുള്ള ആളുകളുടെ മുഖരൂപമാണത്. കഅന്ന വുജൂഹഹുമുൽ മിജാനുൽ മുത്റഖ, അവരുടെ മുഖം കണ്ടാൽ യുദ്ധത്തിൽ തടുക്കാൻ വരുന്ന പരിച ഉണ്ടല്ലോ, പരിച പോലെ തോന്നും. അങ്ങനെ മുഖം ഒരു തിളങ്ങുന്ന ഒരു പരിച വെച്ച പോലെ, മുഖത്ത് വല്ലാണ്ട് കണ്ണിന്റെ കുഴിയില്ലാതെ മുഖം ഇങ്ങനെ ഒരു പരിച പോലെ തോന്നുന്ന ഒരു വിഭാഗം ആളുകൾ, അവരോട് ഒരു യുദ്ധം നടക്കാൻ പോകുന്നു ഇമാം മഹദിയുടെ കാലത്ത്. ഇമാം മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമുക്ക് സങ്കടകരമായ വസ്തുതകളായി നടക്കാൻ പോകുന്നത് നബിതങ്ങൾ പറയാണ്. എന്നാൽ അതിൽ ഈ ഉമ്മത്തിന്റെ വിജയമുണ്ടെന്നാണ് നബിതങ്ങൾ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ രാജ്യത്തല്ല ഇതൊക്കെ നടക്കുന്നത്, വേറെ രാജ്യങ്ങളിലാണ്. പക്ഷേ ഇതൊക്കെ ഉമ്മത്തിന് പാഠങ്ങളുണ്ട്. ലാ തഖൂമുസ് സാഅ, നബിതങ്ങൾ പറയുന്നു അന്ത്യനാൾ നടക്കുന്നതിന്റെ മുമ്പ് ഹത്താ യുഖാതിലുൽ മുസ്ലിമൂന തുർക്ക്, മുസ്ലിമീങ്ങൾ തുർക്കികളോട് എന്ന് പറയുന്നില്ല, ഫാർ ഈസ്റ്റ് രാജ്യങ്ങളോട്, ചൈന, ജപ്പാൻ, മംഗോളിയ പോലെയുള്ള രാജ്യങ്ങളോട്, അവരോട് യുദ്ധം നടക്കാതെ അന്ത്യനാളെ നടക്കുകയില്ല.